ഒരു ദിവസം മൊത്തം ഇന്റർനെറ്റ് കട്ടായി. വാട്ട് യു ഗോണ ഡു? ഞാൻ 4 രീതിയിലാണ് ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. യൂസഫ് അലിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. ഇതിന് 9 വീട്, നിയർലി 15,000 പൗണ്ട്. പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം 100K മേലെ, നിയർലി 200K ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ബ്രോന്റെ വീഡിയോസിന് അത്യാവശ്യം റീച്ചും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ബ്രോ എന്തെങ്കിലും ടിപ്പ് ആൻഡ് ഹാക്ക് ഇൻസ്റ്റാഗ്രാം ഗ്രോ ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞോടൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹലോ മോ ബ്രോ. ഹായ്. അങ്ങനെ ബാക്ക് ടു UK. യെസ്. കുറെ കാലം മുങ്ങി നടക്കുകയായിരുന്നു. ലാസ്റ്റ് ഫൈനൽ ആള് UK ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കാലമായിട്ട് നോക്കി നടക്കുകയായിരുന്നു ഒരാളെ പേഴ്സണലി പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ആളെ കൈയോടെ കിട്ടി. ഇന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എത്തി. എങ്ങനെയുണ്ട് ഹൗസ് UK എത്തിയിട്ട് വീടെല്ലാം കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ അത് സോർട്ട് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് 1 വീക്കായിട്ട് അതിൻ്റെ പുറകെ കിടക്കുക. ബിസിനസ്സായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ. എനിക്ക് തോന്നുന്നു മോ ബ്രോ എനിക്ക് തോന്നുന്നത് 6 months ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ബ്രോന്റെ പ്ലാൻ? 6 months മോസ്റ്റ് ലൈക്ലി 5-6 മാസം ഇവിടെ കാണും. ഉണ്ടാവല്ലേ? ട്രാവലിംഗ് ആണോ പരിപാടി? അതെ, ട്രാവലിംഗ്. ഓ കൊള്ളാലോ. ഒരു ഡ്രീം ലൈഫ് തന്നെ നമ്മളെല്ലാവരും. മീൻസ് ഓൾ ഓവർ UK ആണോ അത് എങ്ങനെയാ? ഞാൻ ട്രാവലിംഗ് എന്ന് ഉദ്ദേശിച്ചത് UK 4 to 6 months. ഓക്കെ. ആൻഡ് ദെൻ ഫ്യൂ മന്ത്സ് ഇൻ ദുബായ്, ഫ്യൂ മന്ത്സ് ഇൻ ഇന്ത്യ. ഓ അടിപൊളി. ദുബായിലും മീൻസ് പ്രോപ്പർട്ടി? അതെ, ദുബായിൽ ഞാൻ റീസെൻ്റ്ലി കഴിഞ്ഞ 2024 ഡിസംബറിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, വിസ സോർട്ട് ചെയ്തു. പക്ഷെ പെർമനൻ്റ് ആയിട്ട് നിന്നിട്ടില്ല, ടെമ്പററി ആയിട്ട് പോയി വന്നിട്ടാണ്. 2 വർഷത്തെ വിസ കിട്ടി, കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. സെയിം തിങ്, റിയൽ എസ്റ്റേറ്റ്. അടിപൊളി, നൈസ്. അതെ അതെ. എനിക്ക് ബ്രോ ഒരു പ്രോപ്പർട്ടി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരെണ്ണം സോർട്ടായി, ഒരു പ്രോപ്പർട്ടി. നമ്മളൊരു ഇൻവെസ്റ്ററിന് എടുത്തു കൊടുത്ത പ്രോപ്പർട്ടി നമ്മളെ കമ്പനി കണ്ടല്ലേ എടുത്തത്. ഓക്കെ. അപ്പം അതിനി പതുക്കെ ഗ്രോ ചെയ്ത് കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. എങ്ങനെ ഇനി ഇവിടെ എന്തെങ്കിലും പുതിയ പ്ലാൻസ് UK എന്തെങ്കിലും തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും? എനിക്ക് തോന്നുന്നു ബ്രോ കുറച്ച് പ്ലാൻസ് ആയിട്ടാണ് UK വന്നത് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് അത് അറിയാനോ ആഗ്രഹം ഉണ്ട് തോന്നുന്നുണ്ട്. ആ പുതിയ ഐഡിയാസ് എന്തെങ്കിലും ചെറുതായിട്ടൊരു പറഞ്ഞിട്ടാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. എന്താണ് ബ്രോന്റെ പ്ലാൻസ്? ഇവിടെ നമുക്ക് ഓൾറെഡി 2 ബിസിനസ് ഉണ്ട്. ഒന്ന് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അത് എനിക്ക് കോച്ചിങ് ബിസിനസ്സും ഉണ്ട് നമുക്ക്. അപ്പം ഇപ്പോൾ കറന്റ് പ്ലാൻ എന്താന്ന് വെച്ചാൽ ഒരു മേജർ പ്ലാൻ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതാണ് നമുക്ക് അറിയണ്ടേ. അത് I'm gonna keep that aside. ബാക്കി but I think people gonna know. അതെ, അത് ഒരു 2-3 മാസത്തിൽ ഫുള്ളായിട്ട് നമ്മൾ ഫുൾ സ്വിംഗിൽ അടിപൊളി ചെയ്യാനാണ് പ്ലാൻ. എല്ലാം റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ. അപ്പം നമ്മളെ എക്സ്പെർട്ടീസ് എന്താണോ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ കോച്ചിങ് ആസ്പെക്റ്റും കുറച്ചും കൂടെ ഒന്ന് സ്കെയിലപ്പ് ചെയ്യണം. എനിക്ക് കുറെ പേര് ഇപ്പോൾ വരുന്നുണ്ട് തോന്നുന്നുണ്ടല്ലോ. എനിക്ക് ഐ ക്യാൻ സീ ദ പറയാൻ പറഞ്ഞു. ഐ ആം വൺ ഓഫ് ദ ക്ലബ് മെമ്പേഴ്സ് ആസ് വെൽ. ഞാൻ കയറിയപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് 33 or 30 മെമ്പർ ആവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 85 എന്തായി. പ്രോപ്പർട്ടി ആസ്പെക്റ്റിൽ അറൌണ്ട് 75-80 ആൾക്കാർ. പിന്നെ നമുക്ക് വേറൊരു ബിസിനസ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റും ഉണ്ട്. അതായത് പ്രോപ്പർട്ടി അല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും ബിസിനസ് ക്ലബ്. അതിനകത്തൊരു 70 to 80 ആൾക്കാരുണ്ട്. അതിലും 82 ആൾക്കാരുണ്ടല്ലേ? ടോട്ടൽ ഒരു 150 ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. ഞാനൊരാൾ കൂടിയാണ്. നമ്മൾ എല്ലാം ഓരോ ആൾക്കാരായിട്ടല്ല, എല്ലാം ബിസിനസ് ഓണേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ആ രീതിയിലായിരിക്കും എല്ലാവരും എഫേർട്ട് ഇടുന്നതും റിസൾട്ട് മേക്ക് ചെയ്യുന്നതും. ഓ അടിപൊളി, നൈസ്. നമ്മളെ ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് വെച്ചാൽ ബ്രോന് ഞാൻ ഇൻവൈറ്റും മീൻസ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരുന്നു. നമുക്ക് ബേസിക്കലി ആൾക്കൊക്കെ അറിയാൻ വേണ്ടിയും അറിയാനുള്ള ആഗ്രഹം കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊരു എഡ്യൂക്കേഷണൽ ആൻഡ് ഒരു എൻഗേജിങ് പേർപ്പസ് കൂടിയാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ ഹോപ്പ് യു ഓക്കെ വിത്ത് ദാറ്റ്. എൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ബ്രോന് ട്രൂ ഫിനാൻഷ്യൽ ഫ്രീഡം പറഞ്ഞാൽ എന്താണ് ബ്രോന്റെ ഇത്? എനിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് പറയുന്നതിന് മുന്നേ മെയിൻ ആസ്പെക്ട് ഫ്രീഡം. അതാണ് ആ ഫ്രീഡം കിട്ടാൻ വേണ്ടി നമ്മൾ ഫൈനാൻഷ്യൽ പലരും വിചാരിക്കുന്നത് നമുക്ക് വീട്, കാറ്, ട്രാവൽ ഇതൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പം ഇത് കിട്ടും, ജോലി നിർത്തിയാൽ അതില്ല. ഫ്രീഡം എന്ന് പറയുന്നത് ജോലി ചെയ്യണം, പക്ഷെ നമ്മളൊരു ലൊക്കേഷനിൽ ട്രാപ്പായി ഇരിക്കല്ലേ. എവിടെയും ട്രാപ്പ് ആവാതെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമ്പോഴാണ് ഐ ബിലീവ് ഫ്രീഡം കിട്ടുന്നത്. ട്രാപ്പിലല്ലാതെ ആയിരുന്നാലും സ്റ്റിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനാണ് ഫ്രീഡം. എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടിയെന്ന് പറയാൻ പറ്റുന്നത്. പിന്നുള്ളതെല്ലാം എക്സ്ട്രാ ഗ്രോത്ത് ആണ്. ബ്രോന് എന്താണ്, എവിടെ നിന്നാണ് ആ മൈൻഡ് ഷിഫ്റ്റ് ഉണ്ടായത്? മീൻസ് ഈ ഇത് ഇങ്ങനെയല്ല കളി, ഇതിൽ വേറെ എന്തൊക്കെയോ ഇന്നർ ഗെയിംസ് ഉണ്ട്. ലൈക്ക് എനിക്കൊന്ന് മോസ്റ്റ്ലി ആൾക്കാർ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നില്ല. എല്ലാവരും ഒരു ജോലി, വീട്, കുടുംബം, മീൻസ് ഒരു 40 വർഷം അങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് റിട്ടയർ ചെയ്തിട്ട് എല്ലാവരും ആഫ്റ്റർ ഒരു 45-50 വയസ്സിന്റെ ശേഷം ആൾക്കാർ ജീവിക്കുന്ന ആലോചിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്.
ഇത് വേറെ ഇതിൽ എന്തോ ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് ബ്രോ എപ്പോഴാണ് മനസ്സിലാക്കിയത്? UK രണ്ടാമത്തെ മാസം. രണ്ടാമത്തെ മാസത്തില്? അത് കൊള്ളാലോ. അതെങ്ങനെയാ ഇംഗ്ലീഷിൽ എല്ലാവരും ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോലിയൊക്കെ തപ്പി നടക്കുന്ന സമയമാണ്. അതെങ്ങനെ ബ്രോ എങ്ങനെ മനസ്സിലായത്? ഞാൻ വന്നിട്ട് ഞാൻ ഒരു സിംഗിൾ റൂമിലാണ് താമസിച്ച. £595 ആയിരുന്നു റെന്റ്. കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. കിങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ലണ്ടന്റെ അടുത്ത് തന്നെയാണോ? ഓക്കെ. അപ്പം അവിടെ താമസിച്ചപ്പം 595 റെന്റ്. അവിടെ 5 ബെഡ്റൂം ഉണ്ട്. എന്റേതായിരുന്നു ഏറ്റവും ചെറിയ റൂം അവിടുത്തെ. നമ്മളെല്ലാരും എല്ലാവരും ഷെയർ അക്കോമഡേഷനിൽ നിൽക്കുന്നുണ്ട്. ഒറ്റ ബാത്റൂമും ഒറ്റ കിച്ചണും 5 റൂം. എന്റേതും ഷെയർഡ് ബാത്റൂം ആയിരുന്നു. എനിക്ക് ഓൺ സ്വീറ്റ് ഇല്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ബാക്കി എല്ലാവർക്കും 750 650 അങ്ങനെയൊക്കെ ആയിരുന്നു റെന്റ്. ഓക്കെ. അപ്പം എനിക്ക് ഒരു സ്പോർട്സ് മെഡിസിൻ ആണ് എന്റെ താല്പര്യം. ഫിറ്റ്നസ് ഇഷ്ടമുള്ള ആളാണ്. സ്പോർട്സ് മെഡിസിൻ അപ്പൊ ആ ആസ്പെക്ട് കവർ ചെയ്യും. അതായിരുന്നു അത് വർക്ക് ചെയ്യാനായിരുന്നു ഞാൻ ഇവിടെ വന്നത് മെയിൻലി. അപ്പം അതിന്റെ അറിയാലോ, നമ്മളെല്ലാരെയും പോലെ തന്നെ ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്യും. ഇതിനകത്ത് മാക്സിമം അച്ചീവബിൾ സാലറി എത്രയാണ് എന്ന് നോക്കും. ആ സാലറി കിട്ടണമെങ്കിൽ എത്ര നാൾ വർക്ക് ചെയ്യണം, എത്ര എക്സ്പീരിയൻസ് വേണം, എന്തൊക്കെ ഡിഗ്രി വേണം, അതെല്ലാം നമ്മൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് എല്ലാം നോക്കും. അപ്പം ഞാൻ കണ്ടത് എനിക്ക് മാക്സിമം അച്ചീവബിൾ ഇൻകം ഒരു £80,000 ആയിരുന്നു ആനുവലി. അതിനകത്ത് ഞാൻ കണ്ടത് 18,000 അല്ലല്ല 80,000 പൗണ്ട് മാക്സിമം. അത് നല്ലൊരു ഡീസന്റ് സാലറിയാണ്. എനിക്ക് തോന്നുന്നു you will be in top 10% if you have 40% above. I think UK top 10 earners ആവും എനിക്ക് തോന്നുന്നുണ്ട്. എവിടെ കേട്ട പോലെ എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു ഇൻകം എത്താനുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗിലാണ് ഓരോ സ്റ്റെപ്സ് ചെയ്യുന്നത്. ഡിഗ്രി എടുക്കുന്നതും ജോലി ചെയ്യുന്നതും അങ്ങനെയല്ല. ഇങ്ങനെ ഇരുന്നപ്പോൾ സെക്കൻഡ് മന്ത് ഞങ്ങൾ ലാൻഡ് ലോഡ് വന്നു വീട്ടിലേക്ക്. ഒരു ഓൾഡ് ലേഡി ആയിരുന്നു. ഐ തിങ്ക് ഷീ ഈസ് അബൌട്ട് 75-80 years old ഉണ്ട്. പുള്ളിക്കാരത്ത് ഇങ്ങനെ ഗോൾഡ് ചെയിനും അപ്പം അങ്ങനെയൊക്കെ സംസാരിച്ച് നല്ല ഫ്രണ്ട്ലി. അങ്ങനെ മനസ്സിലായത് അവർക്ക് 9 വീടായിരുന്നു അന്ന്. അതിനകത്ത് 9 വീടുണ്ടാവും. അതിനകത്തൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, ഇവരിങ്ങനെ കറങ്ങി നടക്കുന്ന ഇവർക്ക് 9 വീട്. ഞാൻ നോക്കിയപ്പം എനിക്ക് മോർഗേജ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അന്ന്. പക്ഷെ എന്നാലും സ്റ്റിൽ അവർക്ക് എൻ്റെ അടുത്തുനിന്ന് 595, ബാക്കി ഒരാൾ 650 750, ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു £3,000 മേ ബി വീടിന് എന്തെങ്കിലും പേയ്മെന്റ് ആണ്. മോർഗേജിനെ പറ്റി എനിക്ക് അറിയില്ല. വീടിന് എന്തെങ്കിലും പേയ്മെന്റ് ആണ്. എല്ലാം കഴിഞ്ഞാൽ ഒരു £1,000 1000 മേലെയുണ്ട്. കാരണം അവിടെ 5 ബെഡ്റൂം ഉണ്ട്. എങ്ങനെ വന്നാലും 1500 2000 എങ്ങനെയെങ്കിലും കിട്ടും. വേഴ്സ്റ്റ് കേസ് 1500. 9 വീട്, നിയർലി £15,000. £15,000 എന്ന് പറഞ്ഞാൽ ഒരു വർഷം 100K മേലെ, നിയർലി 200K ഉണ്ട്. എന്റെ ജോലിയിൽ ഞാൻ എത്രയും പഠിച്ച് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് 80,000 പിന്നെന്തിനാ ഞാൻ ഇതിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം എനിക്ക് ആളെ കാണിക്കാൻ സർട്ടിഫിക്കറ്റ് അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് പണ്ടേ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റണം, നാട്ടിൽ പോയി പാരന്റ്സിനെ കാണാൻ പറ്റണം, ഇഷ്ടമുള്ളത്. അത് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പം പ്രോപ്പർട്ടി കൂടെയാണ് പുള്ളിക്കാരത്ത് ഇത്രയും മേക്ക് ചെയ്യുന്നത്. അപ്പം വീട് വാങ്ങിക്കുന്ന സ്റ്റെപ്സിനെ പറ്റി അടുത്ത് തിരക്കി തുടങ്ങി. ഗൂഗിൾ എല്ലാവരെയും പോലെ യൂട്യൂബ്. വീട് വാങ്ങിക്കാൻ എന്ത് വേണം, അതിന് മോർഗേജ് വേണം, ഡെപ്പോസിറ്റ് വേണം, സോൾസിറ്റർ ഫീ, ലീഗൽ കോസ്റ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അങ്ങനെ പഠിച്ച് അവസാനം എന്നാ പിന്നെ ഇതെല്ലാം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങി. കാരണം എന്നാലും വീട് വാങ്ങിക്കാൻ പറ്റും. അതിനാരുണ്ട് പഠിപ്പിക്കുന്നത്, അങ്ങനെ തിരക്കി യൂട്യൂബ് വീഡിയോസ്, അങ്ങനെ ഒരുപാട് മെന്റർഷിപ്പിൽ, കോഴ്സസിൽ, ട്രെയിനിങ് പ്രോഗ്രാംസിൽ, വെബിനാർസിൽ ഇതെല്ലാം കയറിയാണ് ഈ ഒരു സ്റ്റേജ് വരെ എത്തി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റിൽ എ സ്റ്റുഡന്റ്. എനിക്ക് തോന്നുന്നു 70 to 80, എനിക്ക് തോന്നുന്നു അങ്ങനെന്തല്ലോ എനിക്ക് പറഞ്ഞു 70 to 80K മുടക്കിയിട്ടുണ്ടോ മൊത്തം. അതെ, ആസ് ഓഫ് നൗ 70 അല്ല അതിന് മേലെ അതിന് മേലെ പോയിട്ടുണ്ട്. കാരണം യൂഷ്വലി ഞാനും ഈ കോഴ്സ് ആയിരുന്നപ്പോ ഞാനും ക്രെഡിറ്റ് കാർഡിലൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. കാരണം എനിക്ക് വേണ്ടത് നോളേജ് ആണ്. ഐ എം നോട്ട് ഫ്രം അത്രയും വെൽത്തി ഉള്ള ഫാമിലി ഒന്നുമില്ല. അപ്പോൾ എനിക്കറിയാം എവിടെയൊക്കെയോ എനിക്ക് ഇൻസ്റ്റന്റ്ലി ഒരു ഫീലിംഗ് ഉണ്ട്, എന്തോ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അല്ലാണ്ട് പീപ്പിൾ വോണ്ട് റോമിങ് അറൌണ്ട് ഇൻ ഫെറാറി ഓർ എന്തോ സാധനം ഉണ്ട്. they're not working, they're making other people work. നമ്മൾ അവരല്ല പണിയെടുക്കുന്നത്, they're making other people work. ഇപ്പൊ എന്തോ സംഭവം ഉണ്ട്, ഹൗ they make, അത് എങ്ങനെ ചെയ്യുന്നത്, അതാണ് എനിക്ക് പഠിക്കേണ്ടത്. ആ ഒരു ആർട്ട് ഓഫ് മേക്കിംഗ് മണി, അങ്ങനെ തന്നെ പറയാം. ഈ ക്വസ്റ്റ്യൻ മൈൻഡിൽ തിങ്ക് ചെയ്യാത്ത ആൾക്കാരാണ് സെയിം പൊസിഷനിൽ ലൈഫ് ലോങ് നിൽക്കുന്നത്. എക്സാക്ട്ലി 100%. ഇപ്പൊ ഞാൻ ചില സമയത്തായിരിക്കും ഐ എം വെരി ബ്ലെസ്ഡ്. ഞാൻ 100% ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ടൈമിംഗ് ആണ്. എനിക്ക് എല്ലാം കൊണ്ട് ടൈമിംഗ് ഇപ്പം ഞാൻ കോഴ്സ് ജോയിൻ ചെയ്തതായാലും
ജോയിൻ ചെയ്തിട്ട് എനിക്കൊരു പ്രോപ്പർട്ടി കിട്ടുന്നതായാലും, ഇപ്പോൾ കമ്മിങ് ആസ് എ കമ്മ്യൂണിറ്റി മാനേജർ ആയാലും, ലൈക്ക് എല്ലാ ടൈമിങ് ഐ ബിലീവ് ദാറ്റ് ഇൻ ഫെയ്ത്ത്. അത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ലൈക്ക് അപ്പോൾ ഫോർ മീ എനിക്ക് ഭയങ്കര വാല്യൂ ആയിരുന്നു ആ കോഴ്സ് എടുത്ത് ഞാൻ കയറി പോയിരുന്നു. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പിന്നെ ഞാൻ നമ്മളെ കഥ പറഞ്ഞ് നടക്കുന്നില്ല. ഐ ജംപ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ, ഇപ്പോൾ ഒരു ദിവസം ബ്രോന് കാശില്ലാണ്ടായി, ഹൗ യു ഗോണ ലീവ്? മീൻസ് അതെങ്ങനെ സോർട്ട് ചെയ്യുക? അത് ആ കാശില്ലാണ്ട് ഒറ്റടി കാശില്ലാണ്ടായി, ഹൗ യു ഗോണ സ്റ്റാർട്ട് അഗെയിൻ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം അതെങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാമല്ലോ? എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സിനാരിയോ വെച്ച് നോക്കിയാൽ വെരി ഈസി. കാരണം എനിക്ക് ആവശ്യത്തിന് നെറ്റ്വർക്ക് ചെയ്ത് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. സോ യെസ്, ഇപ്പൊ ചോദിച്ചില്ലേ എങ്ങനെയാണ് പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യും? ഒറ്റടിക്ക് കാശില്ലാണ്ടായി. ഞാൻ പറഞ്ഞുതരാം. ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു നോ, ഇറ്റ്സ് അബൌട്ട് ഹൂ യു നോ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തറിയാമെന്നുള്ളതിലല്ല കാര്യം, നമുക്ക് ആരെ അറിയാമെന്നുള്ളതില കാര്യം. ഇത് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ റീസെൻ്റ്ലി ഞാൻ ഒരു 25,000 or 30,000 pound ചോദിച്ചുകൊണ്ട്, അതായത് നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്കൊരു ഐഡിയ ഉണ്ട്, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി 30,000 pound ചോദിച്ചുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് മേ ബി ഒരു 100K ഒക്കെ ആയിരിക്കും കിട്ടുന്നത് എന്നാണ്. നമുക്ക് കിട്ടിയത് അറൗണ്ട് 975,000 pound, നിയർലി 1 million ആണ്. അടിപൊളി. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു നോ, ഇറ്റ്സ് അബൌട്ട് ഹൂ യു നോ. മനസ്സിലായി? സോ അതിനകത്താണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പ്ലസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പം ഇപ്പം എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ലെറ്റ്സ് എല്ലാം പോയാലും ഇറ്റ്സ് ഫൈൻ ഫോർ മീ. കാരണം എനിക്ക് നെറ്റ്വർക്ക് ഉണ്ട്, എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാവരും പലരും ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ഒരാൾ, അയാൾ റെസ്റ്റോറൻറ്റ് തുടങ്ങി, നല്ല ഫുഡാണ്, എന്തെങ്കിലും ഇഷ്യൂ ഒന്ന് റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോയാൽ ചിലപ്പോൾ അയാൾ നല്ല ബിസിനസ് മാൻ ആയിരിക്കും, അയാൾക്ക് നെറ്റ്വർക്ക് കാണത്തില്ല, അയാളുടെ പൈസ ഉണ്ടായിരുന്നു കാണും. അതെല്ലാം പോയി കഴിഞ്ഞാൽ അയാൾ ആദ്യം തൊട്ട് ആ കാശ് ഇരുന്നുണ്ടാക്കണം അടുത്ത ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെല്ലാം എക്സ്പെൻസ് ഉണ്ട്. അത് കവർ ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യും ആദ്യമേ. അതിനെ ഞാൻ പറയുന്നത്, നെറ്റ്വർക്ക് വലുതാക്കി കഴിഞ്ഞാൽ എന്ത് ബിസിനസ് ആണെങ്കിലും പൊളിഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ, യു ക്യാൻ കം ബാക്ക്. ഇപ്പോൾ എനിക്ക് വേറെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, സൂഷിസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ഒരാളുണ്ടായിരുന്നു, മീൻസ് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരന് സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് കാണാം. മീൻസ് ജനറലി ഇപ്പോൾ അത് പൂട്ടി പോകാൻ മീൻസ് എന്നിട്ട് പുള്ളിക്കാരൻ വീണ്ടും ജോലിക്ക് പോവാം. മീൻസ് അത് കുറേ കാര്യങ്ങൾ കൊണ്ടാണ് അത് പൂട്ടി പോകുന്നത്. മീൻസ് ഹാസ് ഫുഡ് വൈസ് അത് ഭയങ്കര അടിപൊളിയാണ്. ഒരു സൂഷി ഫുഡ് അത് ഭയങ്കര അടിപൊളി ഫുഡാണ്. പക്ഷെ എന്തുകൊണ്ട് പൂട്ടി പോകുന്ന വെച്ചാൽ കുറെ മലയാളിയാണ്, ആക്ച്വലി മലയാളിയാണ്. എനിക്കതൊന്നും മനസ്സിലാത്ത. എക്സാക്ട്ലി ഞാൻ അതാ പറഞ്ഞത്. മീൻസ് പുള്ളിക്കാരൻ പറഞ്ഞു, ഐ എം ലൈക്ക് 75,000 ഡെപ്റ്റിലാണ് ഈ റെസ്റ്റോറൻറ്റ്. കാരണം പക്ഷെ ഫുഡ് അടിപൊളി. അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യസ് ഒന്ന് സെറ്റപ്പ് ആക്കാറുണ്ട്. പിന്നെ എനിക്ക് ഫസ്റ്റ്ലി വന്ന് പുള്ളിക്കാരൻ മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. പുള്ളിക്കാരൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്കത് പറഞ്ഞു. മീൻസ് ആ ഒരു കണക്ഷൻസ്, മാർക്കറ്റിംഗ്, അത് ഇതൊക്കെ ഉണ്ട്. തന്നെയാണ് ആൾക്കാർ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇപ്പം എല്ലാത്തിലും എഡ്യൂക്കേഷൻ ഉണ്ട്. ഇപ്പോൾ മീൻസ് സ്പോർട്സ് എഡ്യൂക്കേഷൻ ഉണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാത്തിലും എഡ്യൂക്കേഷൻ ഉണ്ട്. വൈ നോട്ട് ഇൻ മണി? ആൾക്കാർ ഭയങ്കര ഇപ്പോ എല്ലാവർക്കും എന്ത് അസുഖം ഉണ്ടെങ്കിൽ വിളിച്ചു പറയും. ലൈക്ക് എനിക്ക് നെഞ്ചുവേദന ഉണ്ട്, കഴുത്ത് വേദന ഉണ്ട്. ആസ് ലോങ് സംതിങ് റിലേറ്റഡ് ടു സെക്സ് ഓർ ബ്രെയിൻ, മെന്റൽ പ്രഷർ ആരും പറയില്ല. അതേപോലെ തന്നെയാ മണി. നമുക്ക് അറിയാത്തൊരു സാധനം, അതിന് പറ്റിയ എഡ്യൂക്കേഷൻ ഉണ്ട്, ഫൈനാൻഷ്യൽ ടൂൾസ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, നമുക്ക് കുറെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷെ ആൾക്കാരെ ആ ട്രാപ്പിൽ പെട്ടിരിക്കുക. അതാണ്. കാരണം പറഞ്ഞതിന് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ടു മേക്ക് മണി യു നീഡ് പീപ്പിൾ. ഇഫ് യു ടെൽ പീപ്പിൾ ദിസ് സ്റ്റഫ്, ദേ വോണ്ട് വർക്ക്. അവർ വർക്ക് ചെയ്യില്ല. അപ്പൊ അവരെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ആരും പറയാത്തത്. ഞാൻ കുറെ ബുക്സ് വായിച്ചപ്പോൾ തന്നെ ആൾക്കാരും പറയുന്നത്. ലൈക്ക് ഇപ്പോൾ ഫോർ ബെസ്റ്റ് എക്സാമ്പിൾ ഐ തിങ്ക് ഇസ് റോബർട്ട് കിയോസ്കിന്റെ ബുക്ക് ആവുന്നുണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. അതിൽ കുറെ ഇതേപോലെ മൈ ലോട്ട് ഓഫ് റിച്ച് ഫ്രണ്ട്സ് ടോൾ മീ ഡോണ്ട് ടെൽ അബൌട്ട് ദിസ് ബുക്ക്. ഇങ്ങനെ പറയരുത്. ആൾക്കാർ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആൾക്കാർക്ക് മീൻസ് ഗവൺമെന്റിന് ആൾക്കാരും കൺട്രോൾ ചെയ്യാൻ സുഖം ആ ഒരു ഇതാണ്, ട്രാപ്പ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ബ്രോ പോകുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, would you be rather be rich but controlled or free but unknown? Or free but unknown. I think I'm going to pick free but unknown. അതെ. കാരണം ഫ്രീ ആയി കഴിഞ്ഞാൽ എനിക്കറിയാം അങ്ങനെ പൈസ ഉണ്ടാക്കാം. അപ്പൊ രണ്ടും കിട്ടിക്കഴിഞ്ഞു. റിച്ച് അല്ലല്ല, റിച്ച് കൺട്രോൾഡ് ആണെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റക്കാ. ഉള്ളത് അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഫ്രീ ആണെങ്കിൽ നമുക്ക് ഫ്രീഡം ഉണ്ട്. ആ ടൈമിൽ യു ക്യാൻ ബിക്കം റിച്ച് ഓർ ഈവൻ റിച്ചാ. പക്ഷെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്.
അതിനെ ഫോളോ അപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ബട്ട് ഒരു ദിവസം മൊത്തം ഇന്റർനെറ്റ് കട്ടായി, വാട്ട് യു ഗോണ ഡു? ഞാൻ 4 രീതിയിലാണ് ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ. 1 കണ്ടന്റ്, 2 പെയ്ഡ് ആഡ്, 3 റെഫറൽ, 4 അഫിലിയേറ്റ്. എല്ലാം ഇന്റർനെറ്റ് ബേസ്ഡ് അല്ലേ ബ്രോ? അഫിലിയേറ്റും റെഫറലും ഇന്റർനെറ്റ് ബേസ്ഡ് അല്ല, പെയ്ഡ് ആഡും കണ്ടന്റും മാത്രമാണ്. റെഫറൽ മീൻസ് പേഴ്സൺ ടു പേഴ്സൺ റെഫറൽ. ഓക്കെ, മനസ്സിലായില്ല. നമ്മളെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നല്ലതാണെങ്കിൽ B2B ആണോ ബ്രോ ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പം ഞാനിപ്പം റെഫറൽ എന്ന് പറയുന്നത് ഞാനിപ്പം അമീൻ്റെ ബിസിനസ് ഞാൻ ഹെൽപ്പ് ചെയ്ത് അമീൻ്റെ ഗ്രോത്ത് കിട്ടി. വുഡ് യു മൈൻഡ് ടെല്ലിങ് ടു സമ്മൺ എൽസ് ഞാനത് ഹെൽപ്പ് ചെയ്തെന്ന്? ഓ 100%. മനസ്സിലായില്ലേ? അപ്പൊ അമീൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ മറ്റേ എൻ്റെ അടുത്ത് വരും. എനിക്ക് നെറ്റ് വേണ്ട, വേർഡ് ഓഫ് മൗത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ആ 2 എണ്ണമാണ് നെറ്റ് ത്രൂ, 2 എണ്ണമാണ് നെറ്റ് അല്ലാതെ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു. ഇഫ് യു ഏൺ യുവർ ഡ്രീം ലൈഫ് ഓഫ്ലൈൻ, വുഡ് യു ബി സ്റ്റിൽ ഗ്രൈൻഡിങ് ഓൺ സോഷ്യൽ മീഡിയ? യെസ്. കാരണം ഐ ആം ക്യൂരിയസ് നൗ. പണ്ട് ഞാൻ പോസ്റ്റ് ഇട്ട് തുടങ്ങിയപ്പോഴേ, അതായത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പല ആൾക്കാരും എല്ലായിടത്തും ഞാൻ പറയുന്ന റിസൾട്ട് കിട്ടുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയ തുടങ്ങണം എന്നാ, അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഞാൻ റിസൾട്ട് കിട്ടിയിട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആളാ. അന്ന് ഇനിഷ്യലി ഞാൻ ഷോ ഓഫ് ആയിട്ടൊന്നുമില്ല, എന്താ അച്ചീവ് ചെയ്തതെന്ന് ഞാൻ കാണിക്കാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ടീഷർട്ട് ഇട്ട് ഒരു ഷോർട്ട്സ് ട്രൗസർ ഇട്ട് ഞാനൊന്ന് വീഡിയോ വെക്കും. ഇവൻ്റെ മൈക്കോ ഒന്നുമില്ല. അപ്പൊ ഇവൻ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പറയും. അപ്പം ആൾക്കാര് നമ്മളെ അച്ചീവ് ചെയ്ത് കാണിക്കാതിരിക്കാൻ നേരത്താ സ്കെപ്റ്റിക്കായിട്ട് കാണും. ഇവൻ എന്താ മീൻസ് ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ബ്രോ ഉദ്ദേശിച്ച ഒരു സാധനം മനസ്സിലായി. നമ്മള് പെട്ടെന്ന് കാശ് ഉണ്ടായി ഡ്രഗ് പെട്ടെന്ന് ഉടായ്പോടെ കാശ് ഉണ്ടാക്കി. അപ്പം ഈ കമ്മിങ് ടു മെയിൻ ക്വസ്റ്റ്യൻ, നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. യൂസുഫ് അലിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. എന്തിനാ? എനിക്ക് ശരിയല്ലേ, മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ്റെ കാര്യമില്ല. എന്തിനാ ചെയ്യുന്ന? ഫേസ് കാണിക്കാനാ. നമ്മൾ ഫേസ് എത്ര കൂടുതൽ വൈറലാവുന്നോ, എത്ര നോൺ ആവുന്നോ, ഈ കാലത്ത് ബെസ്റ്റ് കറൻസിയാണ് അറ്റൻഷൻ. ശരി, മനസ്സിലായില്ലേ? അത് എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, ബിസിനസ് കൂടും. മോണിറ്റൈസ് ചെയ്തില്ലെങ്കിലും ബിസിനസ് കൂടും തനിയെ. മനസ്സിലായി? മോണിറ്റൈസ് ചെയ്യുന്ന അനദർ വേ ഓഫ് മേക്കിംഗ് മണിയാണ് ഓഡിയൻസിനെ മോണിറ്റൈസ് ചെയ്യുന്നത്. ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പം അത് അപ് ടു അസ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. യൂസുഫ് അലി നോക്കുകയാണെങ്കിലും അക്കൗണ്ട് ഉണ്ട്. അതെ. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു കാര്യമില്ല. ഞാൻ വിചാരിക്കണ്ടേ, ഇപ്പൊ എനിക്ക് തന്നെ പണ്ട് ഒരു 2-3 വർഷം മുമ്പ് വരെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ട്രെൻഡ് തുടങ്ങി. എല്ലാ ഫേമസ് ആൾക്കാർ ഇപ്പോ മൽബറ ആയാലും മീൻസ് ഫൈസൽക്കായാലും എല്ലാരും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ആൾക്കാരും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി ദിസ് ഇസ് എ ന്യൂ വേ ഓഫ് മേക്കിംഗ് മണി. കാരണം ഫേസ് കാണിക്കണം, ലൈക്ക് അല്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ലൈക്ക് എനിക്ക് തോന്നുന്നു ആ ഫേസ് റെക്കഗ്നിഷൻ കൊണ്ടുവരുന്നു. അപ്പം നമുക്ക് ഈവൻ ഇഫ് യു ഹാവ് മണി സ്റ്റിൽ സോഷ്യൽ മീഡിയ ഞാൻ ചെയ്യും. കാരണം ഞാൻ ചെയ്യുന്ന ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ മുമ്പ് എപ്പോഴും ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ ക്ലബിലുള്ള ആൾക്കാർ വെച്ച എക്സാമ്പിൾ സാലി ഇല്ലേ, സാലി ഇടയ്ക്ക് വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ എന്തോ ഒരു സ്റ്റോറി ഇട്ട് സാലി അത് ട്രൈ ചെയ്ത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അറിയുന്നില്ല നമ്മളിങ്ങനെ പറയുന്നതും ചെയ്യുന്നതും ബാക്കിയുള്ളവർക്ക്. അതെ. അപ്പം നമ്മള് എനിക്കൊന്ന് ഈ മെയിൻലി എനിക്കൊന്ന് കോച്ചിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് സോഷ്യൽ മീഡിയ കാരണം തോന്നുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായ ഒരു ബിസിനസ്. അത് പ്ലാൻഡേ അല്ലായിരുന്നു, ഒട്ടും പ്ലാൻഡ് അല്ല. ഇവൻ ഞാൻ പോലും ബ്രോന്റെ വീഡിയോ കണ്ടിട്ടാണ് എവിടെയോ കിടന്ന് ഞാൻ വീഡിയോ കണ്ട് ഇപ്പൊ എവിടെ ഇരിക്കുന്നു. അങ്ങനെയാണ് കണക്ഷൻസ് വരുന്നത്. ഇത് പ്ലാൻഡ് അല്ല. അപ്പം ഞാനിങ്ങനെ മേക്ക് ചെയ്യുന്നതാണെങ്കിൽ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നെന്ന് മനസ്സിലായപ്പോഴാണ് ഞാനത് ബിസിനസ് ആക്കുന്നതിന് മുന്നേയും എനിക്ക് വാപ്പ ഡോക്ടറാണ്, ഞാനും ഡോക്ടറാണ്. വാപ്പ ഈ പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെ പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യുന്നത്? മനസ്സിലായില്ലേ? അപ്പം പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് മൈ വേസ് ആണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഫാക്ടർ അല്ല. എല്ലാം ഒന്നിച്ച്. ഇപ്പൊ നമ്മൾ ഡോക്ടർ ആണെങ്കിലും ഐ ലൈക്ക് ഹെൽപ്പിംഗ് പീപ്പിൾ എന്ന് വെച്ച് ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് ഓരോ രീതിയിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് ലോങ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ ടൈം വേസ്റ്റ് ആവും. നമ്മളെ ടൈമും വർത്ത് ആണ്. പൈസ ഉണ്ടോ ഇല്ല എന്നുള്ള ഫാക്ടർ അല്ല. സോഷ്യൽ മീഡിയ സ്റ്റിൽ ഞാൻ ചെയ്യും. എനിക്ക് ബ്രോഡ് ചോദിക്കാൻ അടുത്തുള്ള ചോദ്യം വെച്ചാൽ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നുന്ന സാധനം, ഹൗ യു ബാലൻസ് എവറിത്തിങ്, ലൈക്ക് വർക്ക് ലൈഫ്, മണി, ബിസിനസ് ലൈഫ്, ഫാമിലി ലൈഫ്, അത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്?
ബാലൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബാലൻസ് സംടൈംസ് ലൈക്ക് എനിക്ക് ലൈക്ക് സി ഇപ്പൊ എല്ലാവർക്കും മീൻസ് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും എല്ലാവരും ഒരു ബിസിനസ് മൈൻഡ് ആണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ എനിക്കും മനസ്സിലായി തുടങ്ങി ലൈക്ക് വി ഹാവ് ടു ഗീവ് മോർ ടൈം. അപ്പോൾ നമ്മൾ ഫാമിലി സൈഡിൽ പോകാൻ പാടില്ല. വി ഹാവ് ടു കീപ്പ് എ ബാലൻസ് ഓൾവേസ്. ലൈക്ക് ഫാമിലി ബാലൻസ് ആയാലും സോഷ്യൽ ലൈഫ് ആയാലും ബിസിനസ് ലൈഫ്, അതെങ്ങനെയാ അത് ബാലൻസ് ചെയ്യുന്നത് ബ്രോന് മീൻസ് അറിയുന്നത്? ബെസ്റ്റ് വേ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഫാമിലി എന്ന് പറഞ്ഞാൽ പാർട്ട്ണറും കുട്ടികളൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഈ പാർട്ട്ണറെ കൂടെ ഇതിനകത്തോട്ട് കയറ്റണം. ഞാനത് ചെയ്തു. ഞാനിപ്പോ എന്റെ വൈഫ് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ഇനിഷ്യലി ഗ്രോ ചെയ്യാൻ സ്റ്റേബിൾ ആയാൽ കുഴപ്പമില്ല, നല്ല ഇൻകം ഉള്ളപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഗ്രോ ചെയ്യുന്ന സമയത്തിൽ നത്തിങ് കോൾ ബാലൻസ്. അപ്പം ഒന്നിലും പാർട്ട്ണറെ കൂടെ അതിനകത്തോട്ട് കയറ്റണം. എന്നിട്ട് രണ്ടുപേർക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കണം. കാരണം ഞാനിപ്പം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ എടുത്തു നോക്കാൻ അവരെല്ലാരെയും കയറ്റുന്നു. അപ്പം ഞാനിപ്പോ അല്ലാതെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അതായത് എനിക്ക് എൻ്റെ റെഗുലർ ഫോളോവേഴ്സ് ആണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ എടുത്തു നോക്കാൻ നേരത്ത് ചിലവര് മൂവിക്ക് പോകുന്നു, പാർട്ടിക്ക് പോകുന്നു, ഇതെല്ലാം വേണം, നല്ലതാണ്. സോഷ്യൽ ലൈഫ് ഞാൻ നോക്കാൻ നേരത്ത് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് എനിക്ക് ബാലൻസ് ഇല്ല എന്ന്. കാരണം ഞാൻ അടുത്തൊരു 5-10 വർഷത്തിൽ ഞാൻ ഒരു 50 വയസ്സായ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാൾ അച്ചീവ് ചെയ്ത കാര്യം എനിക്ക് mid-30s മുന്നേ വേണം. അതുകൊണ്ട് ആ 35 മുന്നേ എനിക്ക് എല്ലാം കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിലാക്സ് ചെയ്യാം. അതെ, അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാരണം മീൻസ് എനിക്ക് 40-50 വയസ്സ് വരെ വെയിറ്റ് ചെയ്യണ്ട. കാരണം ഇഫ് യു നീഡ് എ സൂപ്പർ കാർ, ഐ നീഡ് എ സൂപ്പർ കാർ നൗ. ലൈക്ക് മീൻസ് നല്ല പ്രായത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് 40 വയസ്സിൽ കാര്യമില്ല. ആ ഒരു അഡ്രിലിന് നമുക്ക് കിട്ടേണ്ട ആ ഒരു ഫീല്. ദാറ്റ്സ് വൈ ഞാനും ഇപ്പൊ മാക്സിമം ഞാൻ വർക്ക് എടുക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ്. എനിക്ക് ഐ വാണ്ട് ടു മേക്ക് മണി നൗ, നോട്ട് ലൈക്ക് ലേറ്റർ. എനിക്കൊരു കംഫർട്ട് സ്ലോലി ഇങ്ങനെ പോകേണ്ട എനിക്ക് താല്പര്യമില്ല. അതെ. സോ അപ്പോൾ ബ്രോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ജമ്പ് ചെയ്യാണ്. സോ ഫോർ യു വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പീസ് ഇൻ 2025? Firstly, it's very expensive. Becoming silent is expensive as bro. നമുക്ക് പീസ് ഞാൻ ഉദ്ദേശിച്ച സെയിം മീനിങ് ആണോന്ന് അറിയില്ല. പീസ്ഫുൾനെസ് കിട്ടണമെങ്കിൽ സന്തോഷം, ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു ബാധ ഇല്ലാണ്ട് ലൈക്ക് ഒരു പീസ്ഫുൾ ലൈഫ് നമുക്ക് അത് ചെയ്യാൻ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ പ്രൈസ് ഫോർ? ഞാൻ പറയാം, അതിന്റെ പ്രൈസ് ആണ് സ്കിൽ സെറ്റ്. മനസ്സിലായില്ലേ? ഇഫ് യു ഹാവ് എ സ്കിൽ സെറ്റ് നമുക്ക് പീസ്ഫുൾ ലൈഫ് കിട്ടും. അപ്പം ലൈക്ക് ഐ സെഡ്, ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഒരു നോർമൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പീസ്ഫുൾനെസ് ഇല്ല. എപ്പോഴും ബിൽസിനായിട്ട് കാരണം മോർഗേജ് സ്റ്റേബിൾ ആയിരിക്കും, ചിലപ്പം നല്ല സാലറി ഉള്ളവരാണെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും. പ്രശ്നം എന്താന്ന് വെച്ചാൽ ജോലി പോയാൽ എന്ത് പറ്റും? ആ ടെൻഷൻ മൈൻഡിൽ കാണും. അത് കാരണം ഈ പീസ്ഫുൾനെസ് കാണത്തില്ല. മനസ്സിലായില്ലേ? അത് കിട്ടണമെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാതെ ഐ ഹാവ് മണി കമ്മിങ് ഇൻ, യൂസിങ് ദിസ് മണി ഐ ക്യാൻ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. പേരൻസിനെ കാണാം, എല്ലാം ചെയ്യാം, അവരോട് ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാലും ബിൽസും എല്ലാം കവറായി പോകുന്നുണ്ട് എന്നുള്ള കാര്യം മൈൻഡിൽ കിടക്കുമ്പോഴാണ് പീസ് കിട്ടുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇഫ് യു ഹാവ് എ സ്കിൽ സെറ്റ്, നമ്മൾ സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരു സ്കില്ല് പഠിക്കണം. ആ സ്കില്ല് വെച്ച് യു ഹാവ് ടു മേക്ക് മണി. മേക്ക് ഷുവർ നമ്മൾ ആ സ്കില്ല് യൂസ് ചെയ്യാൻ നേരത്തെ യു ആർ നോട്ട് കൺസ്ട്രിക്റ്റഡ് ടു എ സർട്ടൻ ടൈം ആൻഡ് ലൊക്കേഷൻ. ബൗണ്ട് ആയിരിക്കാൻ പാടില്ല. ഞാനത് ഇവിടെ എനിക്ക് ആരോ പറഞ്ഞിട്ടുണ്ട്, മീൻസ് ആരോ മീൻസ് ഇഫ് എന്നോട് പറ്റുകയാണെങ്കിൽ ഐ വുഡ് നെവർ പുട്ട് മൈ നെയിം ഓൺ മോർഗേജ്, ഐ വിൽ റെന്റ് ഫോർ ലൈഫ്. കാരണം അത് ഭയങ്കര ഫ്രീഡം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം വരാം. വൺസ് യു സ്റ്റാർട്ട് മോർഗേജ് യു വിൽ സ്റ്റക്ക് ഫോർ 30 years. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. അത് ട്രയൽ ചെയ്ത് നടക്കണം. സ്വന്തം വീട് വാടക കൊടുത്തിട്ട് ട്രയൽ നടക്കുക. എനിക്കുണ്ട്, പക്ഷെ എനിക്ക് മോർഗേജ് ഉണ്ട്, പക്ഷെ ഐ എം നോട്ട് പേയിങ്. ടെനൻസ് ആ പേ ചെയ്യുന്നത്. അപ്പം അത് റോബർട്ട് കിയോസാക്കിയുടെ ബുക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. നമ്മള് ഞാനിപ്പോ ഒരു വണ്ടി എടുക്കുന്നു വെച്ചാൽ ഉടനെ ഒരു വണ്ടി കാണാൻ പോകുന്നുണ്ട്. അപ്പം വണ്ടി എടുക്കാൻ നേരത്തെ അതെ. അപ്പം ഞാൻ പേയ്മെന്റ് മേക്ക് ചെയ്യത്തില്ല വണ്ടിയുടെ മന്ത്ലി പേയ്മെന്റ്. ആരാ മേക്ക് ചെയ്യുന്നത്? വാടകക്കാര് മേക്ക് ചെയ്യും. നമ്മൾ എവിടെയെങ്കിലും ആ കാറിന്റെ ഡെപ്പോസിറ്റ് എവിടെ നിന്ന് വരും? അത് എന്റെ കയ്യിൽ 50 പൈസ ഞാൻ എടുക്കത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുക. മനസ്സിലായില്ലേ? ഇവിടുന്ന്
ആൾക്കാർ എന്തെന്നത് ജോലി ചെയ്യും, കിട്ടുന്ന കാശ് വെക്കും, അത് വെച്ച് കാർ എടുക്കും. ഞാൻ സ്വന്തം സാലറി എന്നിട്ട് they'll struggle to meet the other expenses at the end of the അത് month. കവർ ചെയ്യാൻ അവർ ജോലി തന്നെ ചെയ്യണം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറയാം, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യും, എൻ്റെ ടൈം എടുക്കും, എനിക്ക് എഫേർട്ട് ഇട്ടാലേ പൈസ കിട്ടത്തുള്ളൂ. സോ ഈസി ആയിട്ട് കിട്ടുന്ന കുറച്ച് കാശുകളുണ്ട്, എന്നാലും മെജോറിറ്റി ഔട്ട് സൈഡ് സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ അതെ, എനിക്ക് കംപ്ലീറ്റ്ലി പാസീവ് ഇൻകം അല്ല, എനിക്കൊരു ഔട്ട് സൈഡ് ഒരു 30% ആണ് പാസീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇഫ് യു ഏൺ എവറിത്തിങ് യു നീഡ്, വിൽ യു സ്റ്റിൽ ഫീൽ നത്തിങ്? ഇല്ല, കാരണം അങ്ങനെ നത്തിങ് ഫീലിംഗ് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഗോള് മാത്രമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഹാപ്പിനെസ് കിട്ടുമെങ്കിൽ യു വിൽ കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ് ഈവൻ ഇഫ് യു റീച്ച് എ ഗോൾ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് താല്പര്യമുള്ള കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാലും സ്റ്റിൽ യു വിൽ കീപ്പ് ഓൺ ഡൂയിങ് ദ സെയിം തിങ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഗോൾ, ഇറ്റ്സ് അബൌട്ട് ദ ജേണി. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജേണി തീരാതിരിക്കാൻ വേണ്ടി റിപ്പീറ്റഡ്ലി നമ്മൾ അതേ കാര്യം അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യുനോ ഐ വിൽ നെവർ ഫീൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ബ്രോ പറഞ്ഞത് എന്തെങ്കിലും കഴിഞ്ഞാലും മീൻസ് യു വിൽ ഡു ഓൾവേസ് സംതിങ്. അതെ അതെ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ജെന്യുവനായിട്ട് ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് ബിസിനസ് ഫണൽ ബിൽഡ് ചെയ്യാൻ ഇഷ്ടമാണ്. മനസ്സിലായി? ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം ഏത് ബിസിനസ് തുടങ്ങിയാലും ഫണൽ ബിൽഡ് ചെയ്യണം. വെറുതെ വരില്ലല്ലോ. അതെ അതെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബിസിനസ് ഫണൽസ് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്ത് ബിസിനസ് ആണെങ്കിലും മാർക്കറ്റിങ്ങും സെയിൽസും ഫണലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരു ടാർഗറ്റ് ഇല്ല, ഓൾവേസ് അത് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഗ്രോ ചെയ്യാനുള്ള താല്പര്യമാണ്. പിന്നെ ഫ്രം സ്ക്രാച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് ഗ്രോ ചെയ്യാൻ ഫണൽ ബിൽഡ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങും സെയിൽസും എനിക്ക് ഇഷ്ടമുള്ള ഫണലാണ് മെയിൻലി. പിന്നെ ഈ ഒരു റൂട്ടിൽ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് അതിനൊരു എൻഡിങ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല മീൻസ് കാരണം ചിലവർക്ക് ഉണ്ട്, ഇപ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 40 വയസ്സായി എനിക്ക് ഇത്ര കാശ് ഉണ്ടാക്കണം, 40 വയസ്സെത്തി കാശായി, ദെൻ വാട്ട്? അത് ഇവരുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ പൈസയും മെറ്റീരിയലിസ്റ്റിക് തിങ്ങുമാണ്. എത്തിക്കഴിഞ്ഞാൽ തീർന്നു. എൻ്റെ ഗോൾ അതല്ല, അതാ ജേണിയിലെ ബൈ പ്രോഡക്ട്സ് അതൊക്കെ. മനസ്സിലായില്ലേ? എനിക്ക് ജേണിയാണ് ഇഷ്ടം. ഞാനിപ്പം ഫണൽ ബിൽഡ് ചെയ്യുന്നതാണെങ്കിലും മാർക്കറ്റിംഗ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ട്രൈ ചെയ്ത് നോക്കുന്നത്, അതാണ് എൻ്റെ. അപ്പം അതിൻ്റെ കൂടെ സൈഡിൽ കൂടെ വരുന്ന സാധനങ്ങളാണ് അതല്ല. അല്ല, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, കാരണം ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു വാണ്ട് മീൻസ് എന്താണ് കാശ് കൊണ്ട് ഉണ്ടാക്കുന്നത്, ലൈക്ക് വാട്ട് ഈസ് മേക്ക് യുവർ ഡിഫറൻസ്, ലൈക്ക് എന്നോട് വെച്ചാൽ എനിക്ക് ട്രാവലിങ്, കാരണം എനിക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളിപ്പോൾ ഈ ലോകത്തേക്ക് മീൻസ് എനിക്കതിൻ്റെ ഹയർ പേർപ്പസ് ഉണ്ട്. മീൻസ് വെറും കാശ് മാത്രമല്ല, മീൻസ് നമ്മൾ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മളവിടെ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഫുഡ്. ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും ഇപ്പോൾ ഒരു 2 years ബാക്ക് എനിക്ക് അവിടെ നിന്നാണ് മെയിൻലി എനിക്ക് ആ ഒരു ഫയർ ആ സാധനം കയറി വന്നത്. കാരണം നമ്മൾ വെറുതെ ഒരു ബാക്ക് പാക്കേഴ്സ് പോലെ ഒരു ദിവസം ചുമ്മാ ഒരു മാസം നോർത്ത് ഇന്ത്യ ട്രിപ്പ്, കാശ്മീർ, രാജസ്ഥാൻ, 1 മാസത്തേക്ക്. ഒന്ന് ഗസ് ചെയ്യാം എത്ര കോസ്റ്റ് ആയെന്ന്? ജസ്റ്റ് ഗസ് ചെയ്യാം, ഏകദേശം എത്ര ആയി ഉണ്ടാവും ഒരു മാസം? മേ ബി നാട്ടില് ഓഫ് കോഴ്സ് നോർത്ത് ഇന്ത്യ. 2 പേര് ഒരു മാസം എത്ര സ്പെൻഡ് ആയിട്ടുണ്ടാവും? 30,000-40,000. അത്രല്ല, കൂടുതലുണ്ട്. ഒരു 1 lakh. ഇത് അക്കോമഡേഷനും എല്ലാം കൂടിയിട്ട് നമുക്ക് ബിലോ 1 lakh ആയുള്ളൂ. കാരണം ഒരു മാസം നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷൻ എല്ലാം ഫ്ലൈറ്റ് ആയിരുന്നു. മീൻസ് ഫസ്റ്റ് ഡെസ്റ്റിനേഷനും ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ തിരിച്ച് വരേണ്ട ഡെസ്റ്റിനേഷൻ ഫ്ലൈറ്റിലായിരുന്നു. ബാക്കിയുടെ എല്ലാ സാധനം ഞാൻ എന്താ വെച്ചാല് ഒരു ബുള്ളറ്റ് റെന്റ് ചെയ്യും. അവിടെ പോകുമ്പോൾ അവിടെ ബുള്ളറ്റ് റെന്റ് ചെയ്യും. എന്നിട്ട് ബാക്ക് പാക്കേഴ്സ് എല്ലാം ഫുള്ള് സ്ഥലം കറങ്ങി കിടക്കും, അവിടെ ഫുഡ് എൻജോയ് ചെയ്യും, ഓരോ സ്ഥലം പോകും. നമ്മൾ ആരും പോകാത്ത സ്ഥലം, ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് ബൈക്കിൽ നമ്മൾ രാജസ്ഥാൻ 2 സൈഡ് ഡെസേർട്ടിൽ ബൈക്കിൽ ഓടിച്ചു. ആ ഫീൽ ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് അപ്പോൾ ആ ട്രാവൽ, ഓക്കെ ഇത് വേൾഡ് മൊത്തം ട്രാവൽ ചെയ്യണം, എനിക്ക് ആ ആഗ്രഹം വന്നു തുടങ്ങി മെയിൻലി അപ്പോഴാണ്. അപ്പോൾ ഇതിന് മെയിൻലി ക്യാഷ് വേണം, ആ എക്സ്പീരിയൻസ് ചെയ്യാൻ ക്യാഷ് വേണം. അപ്പോൾ എനിക്ക് വേണ്ടത് ഫ്രീഡം ആണ്. അതാണ് എനിക്ക് ബ്രോനെ ചോദിച്ചത്, ബ്രോന് എന്തായിരിക്കും ആ പേർപ്പസ്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അൾട്ടിമേറ്റ് എനിക്ക് ട്രാവൽ ആയിരിക്കും, ഫ്രീ ആയിട്ട് നടക്കുക, ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാം, ട്രാവൽ ചെയ്യാം, ഇതായിരിക്കും എൻ്റെ ഹയർ പേർപ്പസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അധികം നീട്ടുന്നില്ല, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം. ഇപ്പോൾ വാട്ട് യു വിൽ റിഗ്രറ്റ് മോസ്റ്റ്? ഇപ്പോൾ ഇന്നൊരു വേൾഡ് അവസാനിക്കുകയാണ്, ഇന്ന് ലോകം അവസാനിക്കുകയാണ്, വാട്ട് വിൽ ബി റിഗ്രറ്റ് മോസ്റ്റ്? എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും റിഗ്രറ്റ് ഉണ്ടാവും തോന്നുന്നു? എനിക്ക് 2 പേർപ്പസാണ് ഉള്ളത് ലൈഫിൽ. 1 ഫാമിലി, 2 എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റണം, വിച്ച് ഈ പറഞ്ഞ ഫിറ്റ്നസ്സും ബിസിനസ്സും ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളും.
അതിൽ ഈ പറഞ്ഞ എല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ കറൻ്റ്ലി ഒരു 70% മേലെ ഞാൻ ആക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പാസീവായിട്ട് ചെയ്യുന്നത്. അപ്പം ഈ പാസീവായിട്ട് ചെയ്യുന്നത് മെജോറിറ്റി ആക്കിയിട്ട് ആക്റ്റീവായിട്ട് ചെയ്യുന്നത് കുറച്ചാക്കണം. പക്ഷെ ചെയ്യാതിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, കുറച്ചാക്കണം. എന്നാലേ ഫാമിലി ആയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ടൈം കുറക്കുന്നുണ്ട്. അതെ, അപ്പോൾ അത് കൂടുതൽ അറ്റ് ദ മൊമെന്റ് പറ്റുന്നില്ല. ഉണ്ട്, എന്നാലും കുറവാണ്. അപ്പോൾ അത് കൂട്ടണം. അപ്പോൾ ഇപ്പം വേൾഡ് എൻഡ് ചെയ്താൽ അത് കൂട്ടാതെ എൻഡായി പോയല്ലോ എന്നുള്ളൊരു പ്രശ്നം, അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി തോന്നിയൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ മീൻസ് എല്ലാവർക്കും ഒരു ഇതുണ്ടാവല്ലോ. അപ്പോൾ മേ ബി എനിക്കൊരു 100K മന്തിൽ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പോൾ ബ്രോന്റെ ഒരു ഇതെന്താ, ഒരു ടാർഗറ്റ്? എനിക്ക് അങ്ങനെ ഫിഗർ ഇല്ല. ലൈക്ക് ഒരു തോന്നി ഞാൻ നിർത്തുക അത്ര, ലൈക്ക് എനിക്ക് ഓക്കെ അച്ചീവ് ചെയ്തു എന്നുള്ള. അല്ല, ഞാൻ നിർത്തത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇത്ര എമൗണ്ട് പെർ മന്ത് കിട്ടുന്നത് ഇറ്റ്സ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഡൂയിങ് ദ തിങ്സ് വിച്ച് ഐ ലവ്, വിച്ച് ഇസ് മാർക്കറ്റിംഗ്, സെയിൽസ്. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് ഇത്ര എമൗണ്ട് ആയാൽ ഇതാണ് എൻ്റെ ഗോൾ, അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഈ ഫണൽ ബിൽഡ് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാം ബൈ പ്രോഡക്റ്റായിട്ട് അതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് എനിക്ക് താല്പര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര എമൗണ്ട് കിട്ടിയാൽ അങ്ങനെ എമൗണ്ട് വൈസ് എനിക്കൊന്നുമില്ല. അപ്പം മെറ്റീരിയൽ വൈസ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് താല്പര്യമുള്ള, എനിക്കിഷ്ടമുള്ള പറയുന്നത്. ഞാൻ എല്ലാ ബ്രാൻഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നതല്ല. ഇതെല്ലാം ഇത് H&M 8 പൗണ്ട്, ഇത് 10-12 പൗണ്ട്, ഇതെല്ലാം ആപ്പിൾ വാച്ച്. ഇത് എനിക്ക് ഹെൽത്തിന്റെ ആവശ്യം ഉണ്ടായിട്ട് മാത്രമേ ഇത് വാങ്ങിച്ചത്, അല്ലെങ്കിൽ അത് വാങ്ങിക്കില്ല. അങ്ങനെ ബ്രാൻഡൊന്നും ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കാശ് വേണം, അത് മതി. അങ്ങനെ ഞാൻ അങ്ങനെ വലിയ ബ്രാൻഡൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ മാത്രം വെരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതെല്ലാം എനിക്ക് ആഗ്രഹമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം അച്ചീവ് ചെയ്യണം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ജേണിയാണ് ഇഷ്ടം. മനസ്സിലായി. അത് ഇത്ര എമൗണ്ട് ആക്കണം അങ്ങനെയൊന്നും എനിക്കില്ല. ഇവൻ ഞാനും പോലും എനിക്ക് നമ്മള് ഇവൻ ചില മറ്റേ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും ആ സ്ട്രഗിൾ ഒരു രസമുണ്ട്. മീൻസ് അറ്റ്ലീസ്റ്റ് ആ പോസിറ്റീവ് ഫീൽ വെച്ചാൽ ഓക്കെ നമ്മൾ ഗ്രോ ആവുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ എനിക്ക് തോന്നി പെട്ടെന്ന് മനസ്സിൽ ബാക്ക് ടു ക്വസ്റ്റ്യൻ വെച്ചാൽ, ഇപ്പോൾ ബ്രോ നേരത്തെ നമ്മൾ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻസ് ബ്രോ ദുബായിൽ ഈ പ്രോപ്പർട്ടി ബിസിനസ് ഗ്രോ ചെയ്യാൻ നോക്കിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് മാറ്റി UK വന്നു, മീൻസ് UK മാർക്കറ്റ് വന്നു. അപ്പോൾ ഇപ്പോൾ എനിക്കൊന്നും ബ്രോ കുറച്ച് ചിലവ് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടല്ലോ, ഒരു 6-7 months കൂടെ ഉണ്ടാവും. ഞാനിപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിക്കാൻ നേരത്തെ യൂട്യൂബ് വീഡിയോസാണ് കാണുന്നത്, കൂടുതലും പോഡ്കാസ്റ്റ്. ഓക്കെ. അപ്പം ഞാൻ ഈ പോഡ്കാസ്റ്റ് കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ ഒന്ന് പഠിക്കാനും, രണ്ട് ഓൾറെഡി ചില കാര്യങ്ങൾ ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ ആൾക്കാർ അധികം സംസാരിക്കും. അപ്പം എൻ്റെതും സിമിലർ സിനാരിയോ ആയിട്ടുള്ളത് എന്തെങ്കിലും കണ്ടാൽ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യും. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കണ്ടു. അതുകൊണ്ട് അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിലേ ആകത്തില്ല. അത് കണ്ടു, അപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തു, UK-ലെത്തി. ഇനി അത് കിട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. പക്ഷേ അപ്പോൾ ഞാൻ ബാക്ക് ടു ക്വസ്റ്റ്യൻ വെച്ചാൽ, ഇപ്പോൾ ബ്രോ UK-ലെത്തി. ഇപ്പോൾ UK-ൽ ഒരു ലോ മാറ്റി കഴിഞ്ഞാൽ ബ്രോനെ അത് ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. കാരണം ഞാൻ ചോദിക്കാൻ വേറെ ഒന്നുമല്ല, കാരണം ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഒരു മലയാളി UK മലയാളി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരു ലോ ചേഞ്ചിങ് ഉണ്ട്. അതിപ്പോൾ എല്ലാവരും പാനിക് മോഡിലാക്കിയത്. കാരണം എനിക്ക് തോന്നുന്നത് അത് 5 year സെറ്റിൽമെൻറ്റിൽ ഇപ്പോൾ ILR ഇപ്പോൾ അത് 10 years ആക്കി. കാരണം അത് കേട്ടോടെ ഇപ്പോൾ ഈവൻ എൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ കഴിച്ച് നീ തിരിച്ച് നാട്ടിൽ വരുന്നുണ്ടോ, എന്താണ് നിൽക്കണം എന്ന് വിളി തുടങ്ങി. കാരണം വെച്ചാൽ മീൻസ് ഈവൻ ഇപ്പോൾ എല്ലാവരും പണി കിട്ടിയിരിക്കുക. കാരണം എനിക്ക് തോന്നുന്നത് ഈവൻ ഇപ്പോൾ 4 വർഷമുള്ള ഒരാൾ പോലും മീൻസ് ഓൾറെഡി 4 സെറ്റിൽമെൻറ്റിൽ 4 വർഷം വരെ നിന്ന് കഴിഞ്ഞു. ഇനി ആകെ 1 വർഷമേ ഉള്ളൂ. അപ്പോൾ ഈ ലോ പാസ്സാക്കിയാൽ എല്ലാവരും പണി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ലോ ചേഞ്ച് ആക്കിയാൽ ബ്രോനെ എന്തൊക്കെ രീതിയിലേക്ക് എഫക്റ്റ് ചെയ്യുക? ടു ബി ഓണസ്റ്റ്, എന്നെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ സിനാരിയോ ഡിഫറെൻ്റ് ആണ്, അത് കാരണം എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി അത് എഫക്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ തന്നെയും മെജോറിറ്റി ഓഫ് ദി ഇഷ്യൂസ് ക്യാൻ ബി സോൾവ് വിത്ത് മണി. അല്ല, എൻ്റെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഐ വുഡ് റാദർ ഫോക്കസ് ഓൺ മേക്കിംഗ് മോർ മണി സോ ദാറ്റ് ഐ ക്യാൻ സോൾവ് സം. എല്ലാ പ്രശ്നവും മാറ്റാൻ പറ്റില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഇഷ്യൂസ് പൈസ വെച്ച് സോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ല? അപ്പം അതിനകത്തായിരിക്കും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സിനാരിയോ വെച്ച് നോക്കി എനിക്ക് വൈഫും മോളും എല്ലാം ബ്രിട്ടീഷ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു ഇഷ്യൂ വരുന്നില്ല. പക്ഷെ ഞാൻ ILR ഒന്നും എടുത്തിട്ടില്ല, എന്നാലും ഞാൻ അതിൻ്റെ പുറകെ പോകുന്ന ആളല്ല. പക്ഷെ കിട്ടിയാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. സോ അത് എടുക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ILRൻ്റെ റൂട്ടിലായിരുന്നു ഞാൻ. അത് ബ്രേക്ക് ആവും, ഐ ഡിഡ്ന്റ് ബോദർ, ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്ക് തിരിച്ചു വന്നില്ല, കാരണം എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എനിക്ക് സ്റ്റക്ക് ആവല്ലേ ലൈഫിൽ, അത്രയേ ഉള്ളൂ.
എനിക്ക് തോന്നുന്നത് ഇത് എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ, കാരണം നമുക്ക് എന്തെങ്കിലും പണി കിട്ടിയാലേ നമ്മള് വേറെ ചിന്തിക്കുള്ളൂ, ഇല്ലെങ്കിൽ നമ്മള് ഭയങ്കര പാനിക്കായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബ്രോ ഒരു ഇൻസിഡന്റ് എന്നോട് നേരത്തെ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. മീൻസ് എന്തോ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമില് മറ്റേ അക്കൗണ്ട് പണി കിട്ടിയപ്പോഴാണ് അത് ബ്രോ അത് ചിന്തിച്ചത്. അത് അതൊന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. അത് ഞാനിപ്പം സോഷ്യൽ മീഡിയ കൂടെ നമുക്ക് കുറേ ക്ലയൻസ് വരുന്നുണ്ട്. എൻ്റെ അക്കൗണ്ട് ഷാഡോ ബാൻ ആയി ഒരു 3-4 മാസത്തേക്ക്. അതായത് കാരണം ഞാൻ പുതിയ റീൽ ഇട്ടിട്ട് കാര്യമില്ല, സോ പഴയ റീൽ തന്നെ റീപോസ്റ്റ് ചെയ്തു. ഇതായത് കാരണം ഞാനിങ്ങനെ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യും, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെ സോർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ പോഡ്കാസ്റ്റും അല്ലാതെ കുറച്ച് യൂട്യൂബിലൊക്കെ കണ്ടന്റ് ഇട്ട് തുടങ്ങി. അവിടുന്ന് നമുക്ക് വേറെ എൻക്വയറീസ് വന്നിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് കോച്ചിങ്ങിലാണെങ്കിലും ആളെ കയറ്റിയിട്ടുണ്ട്. നമ്മൾ അപ്നോത്ത് ഒരു പ്രോപ്പർട്ടിയും കൊടുത്തിട്ടുണ്ട്. 2 ഡീൽസാണ് നമുക്ക് ക്ലോസ് ആയത് ഇത് കാരണം. അപ്പം കറക്റ്റ് 2 ബിസിനസ്സിൽ ഓരോ ആളെ വെച്ച് കറക്റ്റായിട്ട് കിട്ടി എനിക്ക്. അപ്പം അത് ഇത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാ. യൂട്യൂബ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ ഷാഡോ ബാൻ. എവറി ടൈം ദാറ്റ്സ് എൻ ഇഷ്യൂ യു കം അപ്പ് വിത്ത് സംതിങ് എൽസ്, അതിൽ കൂടെ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ എന്ത് ചീത്ത സംഭവിച്ചാലും ബി ഹാപ്പി, അതിൽ കൂടെ വേറെ എന്തെങ്കിലും റീസൺ. പക്ഷേ അത് വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും ആക്ഷൻ എടുക്കണം, എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ബ്രോ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി, കാരണം വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് ഇത് വെക്കുമ്പോൾ എല്ലാവരും പാനിക് കൂടെ, അയ്യോ എല്ലാം തീർന്നു, ജീവിതം തീർന്നു, ഒന്നുമില്ല, ഇനി എന്ത് ചെയ്യും. ഇപ്പോ എന്നെ പേഴ്സണലി ഞാൻ അതേപോലെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, ഇങ്ങനെ പണി ഞാൻ നാട്ടിൽ തിരിച്ചു, എനിക്കിപ്പോ എന്താ, ചിലപ്പോൾ ഞാൻ കാശ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ദുബായിലായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ ഒരു എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റാ. മീൻസ് ഞാൻ ഓൾറെഡി വീസിലുള്ള ആളാണ്, പക്ഷെ ഞാൻ പാനിക് ആയതുകൊണ്ട് വെച്ചാൽ ഞാൻ പാനിക് ആയിട്ടില്ല. ഞാൻ ഭയങ്കര ഫേറ്റിൽ ഭയങ്കര ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഇതേപോലെ എനിക്ക് 2 വർഷം ഞാൻ 2-3 പ്രാവശ്യം ഞാൻ കാനഡക്ക് ട്രൈ ചെയ്തിരുന്നു. റിജക്ഷൻ വായിക്കടിച്ചിട്ടി. ഞാൻ നോക്കി കാനഡ പോയി UK നോക്കാം, പൈസ ഉണ്ടല്ലോ, എന്തായാലും പോകാൻ ട്രൈ വിചാരിച്ചു. UK ട്രൈ ചെയ്താൽ അത് കോവിഡ് വെച്ചാൽ ഞാൻ ഇപ്പോൾ ബ്രോഡ് ട്രിപ്പിലേക്ക് പറഞ്ഞില്ല, ഇപ്പം നമ്മൾ കാശ്മീർ 1 month ട്രിപ്പ് പോയത്. ഈ ട്രിപ്പ് പോകാൻ കാരണം ഉണ്ടായത് ആക്ച്വലി കാനഡ റിജക്ഷൻ കിട്ടിയോണ്ടാണ്. നമുക്ക് 2 വർഷം റിജക്ഷൻ അടിച്ചു. ഓക്കെ, നമുക്ക് മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് വരാം, ട്രിപ്പ് അടിച്ചിട്ട് പോകാറ്. ട്രിപ്പ് പോകുന്ന ഇടയിൽ നമ്മൾ UK അപ്ലൈ ചെയ്ത്. അപ്പോൾ UK അപ്ലൈ ചെയ്തു. നമ്മൾ തിരിച്ചു കഴിഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞ് ഒരു 2 ആഴ്ച അപ്രൂവൽ വന്നു. യു ഗോട്ട് എങ്ങനെ കൊള്ള. ഓക്കെ, എന്നപ്പോ UK പോകാം. പെട്ടെന്ന് ഇൻസ്റ്റന്റ് മീൻസ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സെപ്റ്റംബറിൽ ട്രിപ്പ് പോയി, നവംബർ ആയപ്പോ അപ്രൂവലായി, ജനുവരി ആയപ്പോ വൈഫ് ഇവിടെ എത്തി. ഞാൻ ഭയങ്കര ഫാസ്റ്റ് പ്രോസസ് ആയിരുന്നു. അപ്പൊ മീൻസ് ഓക്കെ, ചിലപ്പോൾ ഫെയ്ത്ത് ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. പഠിച്ചവന്റെ ഫെയ്ത്ത് അല്ലെങ്കിൽ ഗോഡ്സ് പ്ലാൻ ഞാൻ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. അതിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പോവാം. അതുകൊണ്ട് എന്താ അവിടെ എത്തി, എല്ലാം ഭയങ്കര കണക്ഷനാണ്. മീൻസ് ഞാൻ പെട്ടെന്നൊരു പാർട്ട് ടൈം ജോബ് കയറി. ആ പാർട്ട് ടൈം ജോബ് ആണ് എനിക്ക് വിസ കിട്ടിയത്. ഞാൻ ഒരിക്കലും പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാനത്. ആ പാർട്ട് ടൈം ജോബ് എനിക്ക് മാനേജറായിട്ടൊരു ജോബ് വിസ കിട്ടുന്ന ഒരിക്കലും. കാരണം ആർക്കും വേണ്ട, ആർക്കും കൊടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ആരും കൊടുക്കില്ല റെസ്റ്റോറൻറ്റ് വിസ, ആരും ഫ്രണ്ട് ഇഷ്ടംപോലെ ആൾ. എന്തുകൊണ്ട് അവർ എന്നെ സ്പോൺസർ ചെയ്താൽ എനിക്ക് ഇപ്പോഴും ആയിട്ടില്ല. എന്തുകൊണ്ട് സ്പോൺസർ ചെയ്തത്? ഡു വാണ്ട് ബി എ റീലൊക്കേറ്റ് ടു ബി എ മാനേജർ? ഓക്കെ, കുഴപ്പമില്ല, പോവാ. പക്ഷെ അന്ന് അങ്ങനെ ഡിസിഷൻ എടുത്തോണ്ട് ഫസ്റ്റ് വിസ സെക്യൂർ ആയി. പിന്നെ അവിടുന്ന് റീലൊക്കേറ്റ് ആയപ്പോൾ ന്യൂബിൽ വന്നപ്പോൾ ഓക്കെ, നമ്മൾ കുറച്ച് സെക്യൂർഡ് സ്റ്റേജിലായി. ഞാൻ ഭയങ്കര കടത്തിൽ വെക്കുന്ന സമയമാണ്. മീൻസ് വിസ കാര്യങ്ങൾ, ഞാൻ ഓൾമോസ്റ്റ് ഒരു 8,000-9,000 ഡെപ്തിലാണ്. അപ്പോൾ എന്നിട്ടാണ് അപ്പോഴാണ് എന്തേപോലെ ബ്രോന്റെ ഞാൻ വീഡിയോ കാണുന്നത്. എന്നിട്ട് ഞാൻ ആ കോഴ്സ് എടുത്തു. കാരണം എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഒരു എന്തോ നല്ല പോളിറ്റി വിസയിലായി, ഇനി പ്രശ്നമില്ല, കടയല്ലേ ഓട്ടെ തീർക്കാം. പക്ഷെ ഇൻഫർമേഷൻ ഡിലാക്കണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ബ്രോന്റെ കറക്റ്റ് എനിക്ക് ഞാൻ സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് ഞാൻ കോഴ്സ് എടുക്കുന്നത്. പക്ഷെ 2 മാസം എനിക്ക് എല്ലാം കറക്റ്റ് സമയത്താണ് കിട്ടുന്നത്. അത് പറഞ്ഞാൽ ആ ടൈമിംഗ് ഉണ്ട്, അത് ഗോഡ്സ് പ്ലാൻ ഉണ്ട്. അത് എന്തായാലും ബിലീവ് ചെയ്യണം. അത് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കറക്റ്റ് സമയത്ത് ആ കോഴ്സ് വന്നു. ഞാൻ ആ റിസ്ക് എടുത്ത് കറക്റ്റ് സമയത്ത് റിസ്ക് എടുത്തുകൊണ്ട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷൻ കിട്ടിയോണ്ട് കറക്റ്റ് സമയത്ത് എനിക്ക് പ്രോപ്പർട്ടി കിട്ടി. ആ പ്രോപ്പർട്ടിൻ്റെ മാഷല്ല, ആ പ്രോപ്പർട്ടി നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അത് പറഞ്ഞ് ഇപ്പോൾ ഞാൻ ബ്രോന്റെ കമ്മ്യൂണിറ്റി മാനേജറിന് അപ്പോൾ ഞാൻ ആൾക്കാരോട് ഡെയിലി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ഞാനും ഒരു സമയത്ത് 3 കാര്യം ചെയ്യുന്നുണ്ട്. 48 മണിക്കൂർ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, എയർബിഎൻബി മാനേജ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ബ്രോന്റെ കമ്മ്യൂണിറ്റി മാനേജ്. സമയം കിട്ടുന്നത് തീരെ സമയം കിട്ടില്ല. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല, കാരണം നമ്മൾ അതിന് എന്തെങ്കിലും പഠിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആകത്തില്ല. ഞാൻ ആൾക്കാരെ എപ്പോഴും ഇടിച്ചേരി സംസാരിക്കും.
അപ്പോൾ നമുക്ക് ആ സംസാരിക്കുമ്പോഴേ ഇപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. എനിക്ക് 100% നമ്മൾ ആൾക്കാരെ നമുക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇടിച്ചേരി ആൾക്കാരോട് സംസാരിക്കും. ഇപ്പൊ ഇതേപോലെ ഇതേപോലെ ഗ്രൂപ്പിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേണ്ട സാധനം അടുത്തുണ്ട്, അതെനിക്കറിയാം. പക്ഷെ അതെനിക്ക് ആവശ്യം ഞാൻ ചോദിക്കും. പക്ഷെ അത് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. എൻ്റെ ഫോളോ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ബ്രോ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ ബ്രോന് എന്ത് രീതിയിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു? മീൻസ് ഫാമിലിയിൽ നിന്നായാലോ അതോ മീൻസ് ബിസിനസ് സപ്പോർട്ടോ ഫ്രണ്ട്സിൽ നിന്നോ? ബ്രോ എങ്ങനെ ഈ ബിസിനസ് ഇതാക്കിയത്, മീൻസ് സെറ്റപ്പ് ചെയ്തത്? എനിക്ക് ബിസിനസ്സിന് ഫൈനാൻഷ്യൽ സപ്പോർട്ട് എവിടെ നിന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫാമിലി സൈഡ്, അതായത് വൈഫ് ബാക്കി ആസ്പെക്ട്സ് കുറേ കവർ ചെയ്തുകൊണ്ട് എനിക്ക് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ ടൈം. അപ്പോൾ വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു? അതെ അതെ. ഓക്കെ. അവൾ കുറേ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ബിസിനസ്സിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം ഞാൻ കിടക്കുന്നത് രാത്രി അല്ല, രാവിലെ 5 മണിക്കാണ്. രാത്രി സമയമല്ല, രാവിലെ 5 മണിക്കാണ് കിടക്കുന്നത്. എന്നിട്ടൊരു 9 മണിയൊക്കെ ആകുമ്പം എഴുന്നേക്കും. ഒരു 4 മണിക്കൂറായിരിക്കും ഉറങ്ങുന്നത്. അപ്പോഴും മോളെ നോക്കുന്നതാണ്. ആ സമയത്ത് മോളില്ലായിരുന്നു, പക്ഷെ ബാക്കി കുറേ കാര്യങ്ങൾ അവളെല്ലാം സോർട്ട്. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ അവൾ നോക്കും. അപ്പം ഞാൻ ഇത്രയും നേരം എഫേർട്ട് ഇട്ട് ഇരുന്ന് എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടണം, മനസ്സിലായില്ല. എന്നിട്ട് ചിലപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമായിരിക്കും, എന്നാലും എന്തെങ്കിലും തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്യുമായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ വെറുതെ ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയല്ല. അപ്പോൾ ആ സമയത്ത് അത് അവർക്ക് മനസ്സിലാവണം. അപ്പോൾ അല്ലെങ്കിൽ അവർ വെറുതെ ഇരിക്കുന്ന അപ്പം അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈവൻ നൗ മോളെ നോക്കുന്നതാണെങ്കിലും അവൾ കൂടുതൽ അതിനകത്ത് എഫേർട്ട് ഇടുന്നതുകൊണ്ടാണ് എനിക്ക് ബാക്കി ആസ്പെക്ട്സ് കവർ ചെയ്യാൻ പറ്റുന്നത്. ഫൈനാൻഷ്യലി നത്തിങ്. മീൻസ് ബിസിനസ് തുടങ്ങിയപ്പോൾ ഫാമിലി ആരൊന്നും ഹെൽപ്പ് ഇല്ല ബ്രോ? അപ്പോൾ അതിനായി നല്ല സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് എൻ്റെ ഫീൽഡ്, ഞാൻ മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ നേരത്തെ ഫാമിലി അടുത്ത് ഞാൻ ചോദിച്ചില്ല. മേ ബി ചോദിച്ചായിരുന്നെങ്കിൽ മറ്റേത് ചെയ്താൽ പോരെ, ഇനി എന്തിനാ അത് ചെയ്യുന്നത്, ഓൾറെഡി ഇന്ന ഡിഗ്രി ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അത് ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഐ കുഡ് ഹാവ് ആസ്ക്ഡ്. പക്ഷെ ഞാൻ ചോദിച്ചില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ചോദിക്കാത്തത് കാര്യമായി. ചോദിച്ചായിരുന്നെങ്കിൽ ഡിപ്പെൻഡൻറ്റും ആവും. ഓൾസോ വേറൊരു കാര്യം, വാപ്പ ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്. ഇനി ഫാമിലിയിൽ നിന്ന്, അതായത് ഫാർ റിലേഷൻസ്, അവർ പറയും ആ വാപ്പ ചെയ്തുകൊണ്ട് ഇത് കിട്ടി, വാപ്പ ഹെൽപ്പ് ചെയ്തോണ്ട്. അത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ഒരു മെയിൻ ബെനിഫിറ്റ് ആയിരുന്നു. കാരണം ഇപ്പൊ എന്റെ കേസിലായാലും എനിക്ക് ഇപ്പൊ എന്റെ എയർബിഎൻബി ബിസിനസ് തുടങ്ങിയതിന്റെ വീട്ടുകാർക്കറിയില്ല, ചെന്നിലിന്റെ ഉമ്മാക്കുപ്പൊക്കെ അറിയില്ല. കാരണം അറിഞ്ഞാല് നീ ഇത്രയും കടത്തില, നീ ഇതിൽ തുടങ്ങാൻ പോയത്, അവര് ആ രീതിയിൽ ചിന്തിക്കുക. അതിന്റെ പകരം ഞാൻ പറയാത്തോണ്ട് കുറച്ച് സമാധാനം ഉണ്ട്, എനിക്ക് സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി വിളിച്ചിട്ട് എന്താ പൊട്ടിയോ ബിസിനസ്, അത് കേൾക്കും. മീൻസ് ആ നെഗറ്റീവ് എൻവയോൺമെന്റ് കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ മാക്സിമം നമ്മൾ പോസിറ്റീവ് എൻവയോൺമെന്റിൽ നോക്കും. ഞാൻ പഠിച്ചൊരു കാര്യം അതോ. കാരണം ഇപ്പൊ ലൈഫിലായാലും ഇപ്പോ എത്ര പെട്ടെന്ന് ഇപ്പോ എനിക്കൊന്നും ബ്രോ നേരത്തെ പറഞ്ഞ പോലെ മീൻസ് നമ്മള് മാക്സിമം പോസിറ്റീവ് എൻവയോൺമെന്റിൽ ട്രൈ ടു അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ. ലൈക്ക് നെഗറ്റീവ് പീപ്പിൾ അങ്ങനെയല്ല, മീൻസ് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ എന്ത് രീതിയിലും മാക്സിമം കുറക്കാൻ നോക്കുക. അപ്പം ഞാൻ മാക്സിമം എൻ്റെ ഉമ്മ ഇപ്പം സന്തോഷിക്കും എപ്പോൾ കുറച്ച് കാശ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുവരെ ചില എല്ലാം എനിക്കൊന്ന് ബേസിക് ഉമ്മമാർ ഇപ്പോൾ പോലും അങ്ങനത്തെ തോന്നുന്നുണ്ട്. കാരണം ജോലി എടുത്താൽ പോരെ, എല്ലാവരും സേഫ്റ്റി നോക്കുന്നത്, എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ കംഫർട്ടബിൾ എൻ്റെ പാരൻസിനോട് പറയാണ്ടിരിക്കുക. പക്ഷെ ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് മണി വരുമ്പോൾ എൻ്റെ പാരൻസിനോട് പറയും. അപ്പോൾ അത് യൂഷ്വലി ആ ഒരു ഇത് കുറഞ്ഞു കിട്ടും. അല്ലാണ്ട് എനിക്കിപ്പോൾ എനിക്കൊന്നും ബ്രോവും എനിക്ക് ഉദ്ദേശിച്ചത് അതാന്ന് തോന്നുന്നുണ്ട്. മീൻസ് ആ ഒരു ഗ്രോയിങ് എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ബ്രോ ഉദ്ദേശിച്ചത് എനിക്ക് അത് തോന്നുന്നുണ്ട്, ആ ഗ്രോത്തിന് എഫക്റ്റീവ് ആയിരിക്കും. മീൻസ് ഇപ്പൊ ബ്രോന്റെ ഫാമിലി എങ്ങനെ? ഇപ്പൊ ഇതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ബ്രോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രോ ഫാമിലി സപ്പോർട്ടീവ് ആയിരിക്കും അതോ എങ്ങനെ? എനിക്ക് ബിസിനസ് ചെയ്യാൻ ഫാമിലി സപ്പോർട്ട് ചെയ്യുമോ ചോദിച്ചായിരുന്നെങ്കിൽ ചിലപ്പം ഒരു തവണ ചെയ്തേനെ. നത്തിങ് മോർ ദാൻ ദാറ്റ്. ഒരു തവണ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തേനെ. പക്ഷെ ഒന്നാമത്തെ തവണ തന്നെ കയറി വരാമെന്ന് വെച്ചാൽ നടപ്പുള്ള കാര്യമല്ല, മനസ്സിലല്ല. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് അത് പിന്നെ റീഇൻവെസ്റ്റ് ചെയ്താണ് ബിസിനസ്സിൽ ഗ്രോ ചെയ്തത്. ഞാൻ സ്വന്തമായിട്ട് ആദ്യം ഉണ്ടാക്കാൻ നേരത്തെ ഫസ്റ്റ് ഉണ്ടാക്കിയ കാശ് ഞാൻ റീഇൻവെസ്റ്റ് ചെയ്തത് എൻ്റെ നോളജിന് വേണ്ടിയിട്ടാണ്, കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അല്ലാതെ ഞാൻ കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് ഇത് വെച്ച് ഈ ബിസിനസ് ചെയ്ത് ഗ്രോ ചെയ്യാം അങ്ങനെ തിങ്ക് ചെയ്തില്ല. ഇൻസ്റ്റെഡ് ഓൾറെഡി ചെയ്ത ആൾക്കാർ ആരുണ്ട് അവർക്ക് കൊണ്ട് കാശ് കൊടുത്തിട്ട് അവരോട് ചോദിച്ചത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ പഠിപ്പിച്ച് തന്നു. അപ്പോൾ അതിന് ഇനിഷ്യലി പൈസ ഉണ്ടാക്കുന്നത്
ഞാൻ തന്നെ ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ തന്നെ അത് റീഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ചിലപ്പം അതേ കണക്ക് ഞാനിപ്പോൾ ഒരു മെൻറ്ററിന് കൊടുത്ത് എന്നെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഇമാജിൻ അത് വീട്ടിലത്തെ കാശായിരുന്നെങ്കിലോ, അവർ പിന്നെയും ചോദിക്കാൻ നേരത്തെ അവർ തരുമോ? ഇല്ല, തരത്തില്ല. നേരത്തെ കൊണ്ടുപോയി കാശ് എന്ത് ചെയ്ത് എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇതാകുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് കുഴപ്പമില്ല. അപ്പം അതിൽ കൂടെ അങ്ങനെ കുറേ നഷ്ടങ്ങൾ വരും. അപ്പോൾ അത് റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്താൽ അത് ആരോടെങ്കിലും ചോദിച്ചാൽ സെക്കൻഡ് ടൈം ചോദിക്കുമ്പോൾ കിട്ടത്തില്ല. ശരിയാ, വളരെ ശരിയാ. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് കഴിഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് എനിക്ക് പ്യുവർലി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി വന്നൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മളെ ബിസിനസ് ക്ലബ് ആയാലും 1% ക്ലബ് ആയാലും പെൺകുട്ടികൾ ഭയങ്കര കുറവാണ് ബ്രോ. അത് എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും എനിക്ക് ഭയങ്കര ഞാൻ ഇങ്ങനെ എടുത്തു ശരിയാണ് പെൺകുട്ടികളില്ല എന്താ കാരണം? ആകെ 1-2 നമുക്ക് വരല മീൻസ് 150 പേരില് ആകെ വരലിടാൻ മൊത്തം പെമ്പിള്ളേരുള്ളൂ. അത് എന്തായിരിക്കും ബ്രോ അഭിപ്രായം? എന്തായിരിക്കും, എന്താ കാരണം? പോപ്പുലേഷൻ കുറവാണോ? കൂടുതലാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ നോക്കിയാ ആമ്പിളർക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു ഇതുള്ളൂ. അത് എനിക്കറിയില്ല. അത് എനിക്കറിയാം. ബ്രോന്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് ഈ ഗ്രൂപ്പിനകത്ത് ആൾക്കാർ വരുന്നത് നമ്മളെ സോഷ്യൽ മീഡിയ ത്രൂ ആണെന്നാണ് എൻ്റെ വിശ്വാസം കൂടുതലും. അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടുന്ന കണ്ടന്റ് ചിലപ്പോൾ അവർക്ക് താല്പര്യമായിട്ട് തോന്നിക്കുന്നില്ലായിരിക്കും. അതായിരിക്കും ഒരു റീസൺ. അല്ലാന്നുണ്ടെങ്കിൽ ഫീമെയിൽ എൻക്വയറീസ് വരുന്നുണ്ട്. പക്ഷെ ആൾക്കാർ ശരിയാ, കയ്യിലുണ്ടെന്ന ആൾക്കാർ അത്രയേ ഉള്ളൂ. എനിക്കിപ്പോ ജസ്റ്റ് ഞാൻ ഇന്നലെ മുന്നായിട്ട് നോക്കുമ്പോഴാണ് എനിക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി തോന്നിയ സാധനം. അതാണ് എനിക്കും കറക്റ്റ് ആൻസർ അറിയാത്തൊരു കാര്യമാണത്. ഞാൻ ഇതുവരെ തിങ്ക് ചെയ്തിട്ടില്ല അതിനെ പറ്റി. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ശരിയാണ്, ചിലപ്പോ എന്റർടൈനിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് വേണ്ട, അതും അറിയില്ല. കാരണം ചിലപ്പോൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന മൊത്തം പ്യുവർലി ഇൻഫർമേഷൻ, സീരിയസ് ആയിട്ട് ടു ദ പോയിന്റ് പറയുന്ന അത്രേ ഉള്ളൂ. അല്ലാതെ ഫ്ലഫ് ടോക്ക് ഒന്നുമില്ല. ഒന്നും വളരെ ഇപ്പം റീൽ എന്തെങ്കിലും മേക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വാല്യൂ കുറവാണെങ്കിൽ ഐ വിൽ മേക്ക് ഷുവർ മോർ വാല്യൂ കൊടുക്കും. അതല്ല, ഐ വിൽ മേക്ക് ഷുവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തെങ്കിലും ഇടും വാല്യൂ കൊടുക്കുന്നതായിട്ട്. ഇനി അതും ഇല്ലാന്നാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ പറയും. അത് കമന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു 1 മണിക്കൂറുള്ള വീഡിയോ ഞാൻ അയച്ചു കൊടുക്കും. മനസ്സിലായി. അതിനകത്ത് വാല്യൂ ഗ്യാരണ്ടീഡ് ഉണ്ടായിരിക്കും. ആ കാര്യം ഉറപ്പായിട്ട് യൂട്യൂബിൽ ഇല്ലാത്തതായിരിക്കും മോസ്റ്റ് ലൈക്ലി. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഒന്നീ താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി നോക്ക്, ഞാൻ കൂടുതലും ബിസിനസ് റിലേറ്റഡ് ആണ് സംസാരിക്കുന്നതും ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും. മനസ്സിലായി. അപ്പം UK മലയാളികൾ ഇമിഗ്രൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇമിഗ്രൻ്റ് ആയിട്ട് വരുന്ന എല്ലാവരും ജോലിയാണ് അവർക്ക് സ്റ്റേബിൾ ആയിട്ട് ഉള്ളത്. ജോലി ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് ഇൻകം കിട്ടത്തുള്ളൂ. ബിസിനസ് കുറച്ചും കൂടെ റിസ്ക് എടുക്കുന്നതാണ്. അപ്പം ഞാൻ ആ ആസ്പെക്റ്റ് ആണ് കവർ ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നെ ജനിച്ചു വളർന്ന മലയാളി ലേഡീസ് ആണെങ്കിൽ ചിലപ്പോൾ അവർ റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യും. കാരണം ഫാമിലി ബാക്കപ്പ് എല്ലാം. നാട്ടിൽ നിന്ന് വരുന്ന പലരും അവരുടെ സ്വന്തമായിട്ട് അവരെന്തെങ്കിലും ചെയ്തുണ്ടാക്കിയാലേ ഉള്ളൂ. അല്ലാതെ ബാക്കപ്പ് വളരെ കുറവായിരിക്കും. പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ട് കുറവായിരിക്കും. എനിക്ക് സൊസൈറ്റി മൈൻഡ് സെറ്റ് കൂടി ഉണ്ടാവുമായിരിക്കും. കാരണം ചിലപ്പോൾ പാരന്റ്സ് സപ്പോർട്ട് ഉണ്ടാവില്ല എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചിലപ്പോൾ ഡീമോട്ടിവേറ്റ് ഒന്നും ഉണ്ടാവായിരിക്കാം. പ്രോബ്ലി ശരിയായിരിക്കും. അപ്പോൾ അവർ അങ്ങനെ റിസ്ക് എടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ലേഡീസ് കുറവായിരിക്കും. അപ്പം അതുകൊണ്ടായിരിക്കും ആണുങ്ങൾ കുറച്ചും കൂടെ റിസ്ക് എടുക്കുന്നവരായതുകൊണ്ടായിരിക്കും. മനസ്സിലായി. അവര് കൂടുതൽ കയറുന്നത്. ഇപ്പൊ എനിക്ക് അതിന്റെ ആൻസർ അറിയാമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സോൾവ് ചെയ്ത് കൂടുതൽ എനിക്ക് അറിയാത്തവരാണ് കയറാത്തത്. എനിക്ക് കുറച്ച് നല്ലതായിരിക്കും. അതുകൊണ്ടായിരിക്കും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സോൾവ് ചെയ്തേനാ. അപ്പം എനിക്ക് തോന്നുന്നു ലേഡീസ് തന്നെ അതിൽ കമന്റ് ചെയ്ത് പറയേണ്ടി വരും. അതന്നെ കമന്റ് പറഞ്ഞ മീൻസ് നമ്മളെ എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടത് പറഞ്ഞാൽ അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് ഇപ്പോൾ ജസ്റ്റ് നമ്മളത് വൈൻഡ് അപ്പ് ചെയ്തെങ്കിൽ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായത്. ബ്രോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ബ്രോൻ്റെ വീഡിയോസിന് അത്യാവശ്യം റീച്ചും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ബ്രോ എന്തെങ്കിലും ടിപ്പ് ആൻഡ് ഹാക്ക് ഇൻസ്റ്റാഗ്രാം ഗ്രോ ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ടിപ്പ് ആൻഡ് ഹാക്ക് പറയാനാണെങ്കിൽ ഞാൻ പറയാം. മീൻസ് പുതിയൊരു ഇപ്പം ഞാനൊരു ബിഗിനറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ബിസിനസ് വേൾഡ് വരുന്നത്. പക്ഷേ എനിക്ക് ഗ്രോ ചെയ്യണം. ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഉള്ളത് സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും ജസ്റ്റ് ഒന്ന് ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടിപ്സ് ആൻഡ് ഹാക്സ് ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരല്ലേ, ഇത് യൂട്യൂബ് ആണെങ്കിലും റീലാണെങ്കിലും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോണിലാണ്. അതെ അല്ലേ? ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഈ വീഡിയോ കണ്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നോക്കി പോകുന്നതിന് പകരം ആരെങ്കിലും പറയുന്നതോ ചെയ്യുന്നതോ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കുക. അതാണ് മെയിൻ തിങ്. അപ്പോൾ എല്ലാവരും കൺസ്യൂമേഴ്സാണ്.
ആരും പ്രൊഡ്യൂസേഴ്സ് അല്ല, എല്ലാം കൺസ്യൂം ചെയ്ത് പോകുന്നതേ ഉള്ളൂ. എല്ലാം കൊണ്ട് അതുപോലെ ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ആക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ്ലി മൈൻഡ് സെറ്റ് വേണം. ഇത് ഞാൻ പണ്ട് എൻ്റെ മെൻറ്റേഴ്സൊക്കെ മൈൻഡ് സെറ്റിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വെറുതെ സമയം കളയാൻ ഒരു കാര്യമില്ല, എന്തിനാ അത് ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ പിന്നെ മനസ്സിലായത് മൈൻഡ് സെറ്റിൽ ഷിഫ്റ്റ് ഇല്ലാതെ നമ്മൾ ആക്ഷൻ വരത്തില്ല. ശരി, കാരണം ഒരു പോയിന്റ് നമ്മൾ നിന്ന് പോയിരിക്കും. അപ്പം മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വരണമെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് പുറത്തു പോവുകയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക, ഡൗട്ട്സ് ചോദിക്കുക, കാര്യങ്ങൾ ചെയ്യുക. അതിന് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ വേണം. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, നമ്മൾ 5 ഫ്രണ്ട്സ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മളെന്ന്. അപ്പോൾ അവരെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാർ, സാധാ ഇൻകം മേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ ഇൻകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുക. നിങ്ങൾ ഫിറ്റ്നസ് ആണ്, ഹെൽത്ത് ഗോളാണെങ്കിൽ ജിമ്മിൽ പോകുന്ന അടിപൊളിയായിട്ടുള്ള 4 ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ലി ആവുക, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാൻ നേരത്തെ നമ്മൾ അവരുടെ കൂടെ ജിമ്മിൽ പോകും, അവരുടെ കൂടെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ നമ്മൾ സിനിമയിൽ കയറാനാണെങ്കിൽ എന്ത് ചെയ്യും, സിനിമയെ പറ്റി സംസാരിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ സെറ്റിലൊക്കെ പോകും. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ നോക്കുന്നത് അങ്ങനത്തെ ഗ്രൂപ്പിനകത്തേക്ക് ചെന്ന് കയറാൻ നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ സോഷ്യൽസ് ഇങ്ങനത്തെ ആൾക്കാർ കണ്ടുപിടിക്കണം എന്നാണോ മനസ്സിലായത്? നമ്മൾ നിങ്ങൾക്ക് എന്തിലാണോ എക്സൽ ചെയ്യാൻ താല്പര്യമുള്ളത് അത് കറൻലി ചെയ്യുന്ന 5 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ എടുക്കുക, അവരെ ഫോളോ ചെയ്യുക, അവർ പറയുന്നത് നോക്കുക, ചെയ്യുക. അതെ അതെ, അത് ചുമ്മാ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതേ കണക്ക് നമ്മൾ ചെയ്യാൻ നോക്കണം. മനസ്സിലായില്ലേ? അത് ഫെയിൽ ആയാലും കുഴപ്പമില്ല. ഇനി വർക്ക്ഔട്ട് തോന്നുന്നുണ്ടല്ലോ. അതെ, ഫെയിലായ ബെസ്റ്റ് തിങ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരോട് വിളിക്കുക, എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ്, ഐ ക്യാൻ മേക്ക് യുവർ പേയ്മെൻറ്റ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്നെ ഇതും കൂടെ പഠിപ്പിച്ചു തരാം എന്ന് ചോദിക്കുക. മനസ്സിലായില്ലേ? അതാണ് ബെസ്റ്റ് തിങ്. അത് ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ കാര്യത്തിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ആളെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ കൂടുക. അതാണ് ഏറ്റവും നല്ലത്. ഞാനും അത് തന്നെ ചെയ്യുന്നത്. എനിക്ക് ഞങ്ങളെല്ലാവരും, ഞാനൊക്കെ 15 വർഷമായിട്ട് ഫിറ്റ്നസ് ചെയ്യുന്നു. 15 വർഷം തൊട്ടേ തന്നെ എനിക്ക് ജിമ്മിൽ ഞാൻ പോകും. പക്ഷേ ഞാൻ എന്നെക്കാട്ടി നല്ലപോലെ ചെയ്യുന്ന ഒരാളെ ഞാൻ തപ്പി കണ്ടുപിടിച്ച് അവരുമായിട്ട് ഫ്രണ്ട്സായി, എന്നിട്ട് അവരുടെ കൂടെ ചെയ്ത്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അത് ചെയ്യാൻ പറ്റുമോ, പക്ഷേ ചെയ്യിപ്പിച്ച്, ഫെയിലായിട്ട് ചെയ്യിപ്പിച്ച്. ഇപ്പം അവരെക്കാട്ടിയും ബെറ്ററായിട്ട് ഞാൻ ചെയ്യുന്നു. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ ഹോൾ പോയിന്റ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണെങ്കിൽ ഫൈനാൻസും പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് പ്രോപ്പർട്ടി ചെയ്യുന്ന ആൾക്കാരെ ഗ്യാദർ ചെയ്തു, അവരുടെ കൂടെ ചെന്ന് കയറി, ആ ഗ്രൂപ്പിൽ ചെന്ന് കയറി. അത് കഴിഞ്ഞ് ഫൈനാൻസ് തുടങ്ങിയപ്പോഴത്തേക്ക് ഫൈനാൻസ് ചെയ്യുന്ന ആൾക്കാർ, സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻ തുടങ്ങിയപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, മാർക്കറ്റിംഗ് തുടങ്ങിയപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, അങ്ങനത്തെ ഗ്രൂപ്പിൽ ഞാൻ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലല്ലേ? എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഗ്രൂപ്പിനകത്തേക്ക് ചെന്ന് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ റീസെന്റ് ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് വേണ്ട മീൻസ് ഞാനില്ല തമാശ പറഞ്ഞല്ല, കാരണം എനിക്ക് വേണ്ടത് എന്താണോ അതാണ് മോബ്രോ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് വെച്ചാൽ മീൻസ് ബ്രോ പറഞ്ഞ പോലെ മീൻസ് ബ്രോന്റെ കൂടെ കൂടുന്നതാണ്. മീൻസ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ജോലിയിൽ നിന്ന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. എൻ്റെ ബിസിനസ് ആസ്പെക്ട്സ് ആയിരുന്നു എനിക്ക് എൻ്റെ മെൻറ്ററിനോട് കൂടുമ്പോൾ 100% എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ഒരിക്കലും ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പണ്ട് എനിക്കത് ഹെൽപ്പ് ആവുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം കൂടി വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. കാരണം പണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും റെസ്റ്റോറൻറ്റ് മാനേജർ എന്ന് പറയില്ല. ഇപ്പം എന്താ ചോദിച്ചാൽ ബിസിനസ് ഓണർ, പ്രോപ്പർട്ടി ഓണർ, പിന്നെ മേ ബി ഐ എം ഡൂയിങ് എ പാർട്ട് ടൈം റെസ്റ്റോറൻറ്റ് മാനേജർ. അതിന് ശേഷം എനിക്ക് ലോഡ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് മാറ്റിയപ്പോൾ വന്ന ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര വലുതാണ്. കാരണം മറ്റേ നമ്മളൊരു റെസ്റ്റോറൻറ്റ് മാനേജർ അല്ലേ, മറ്റേ നമ്മൾ യു ഇൻ പ്രോപ്പർട്ടി വാട്ട് യു ഡൂയിങ്, മറ്റേ എന്താ കുറെ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ നമ്മൾ ന്യൂബറിൽ എൻ്റെ ഒരു സ്ഥലത്ത് ഇവന്റ് ഒരു മലയാളി ഇവന്റ് പോയപ്പോൾ ഞാൻ ഇതേപോലെ പ്രോപ്പർട്ടി ബിസിനസ് ആണ്, യു ഇൻ പ്രോപ്പർട്ടി വാട്ട് യു ഡൂയിങ് ബിസിനസ്, അവർ ക്യൂരിയസ് ആണ്, അവർ ചോദിക്കുന്നത്. അതെ അതെ, എനിക്കത് അവരൊക്കെ എന്താ റെസ്റ്റോറൻറ്റ് ബർഗർ കിട്ടും, നമുക്ക് ഡിസ്കൗണ്ട് വയ്ക്കും. എന്തായാലും ബ്രോ വന്നതിന് ടൈമിന് വളരെ നന്ദി. ഈ പോഡ്കാസ്റ്റിന് ടൈം ഉണ്ടാക്കിയിട്ട് ഐ ഹോപ്പ് ഈ യുകെയിലെ ബിസിനസ് എല്ലാം സെറ്റ് ആവട്ടെ. പറ്റും ഞാനും കൂടെ. ഇൻഷാ അല്ലാഹ്. എന്തായാലും വീൽ മീറ്റ് അഗൈൻ.